മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നതിന് ശേഷം പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും അതിനുശേഷം അങ്ങനെ തന്നെയാണ്. നമ്മളെ നാട്ടിൽ ദീനീ പ്രചരണത്തിന് വേണ്ടി വന്ന ആളുകൾ ആദ്യമായി പള്ളികൾ നിർമ്മിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പഴയ പള്ളികളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എല്ലാ നിലയിലും ആളുകൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പള്ളികളാണ് പഴയ പള്ളികളൊക്കെ. അന്നത്തെ കാലത്ത് എന്ന് പറയാം, ഇന്നത്തെ കാലത്തിനനുസരിച്ച് പള്ളി മാറിയിട്ടുണ്ട് എന്ന് പറയലാണ് കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ നന്നാവുക. പഴയ പള്ളികൾ എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് പള്ളി ഉണ്ടാവും. ഒന്ന് ഔത്തപ്പള്ളി, രണ്ടാമത്തേത് പുറത്തപ്പള്ളി. ഔത്തപ്പള്ളിയിൽ മിഹ്റാബ് ഉണ്ടാവും, പുറത്തപ്പള്ളിയിൽ മേലക്ക് കോണി ഉണ്ടാവും. ഇത് രണ്ടും കഴിഞ്ഞാൽ മിക്കവാറും പള്ളികൾക്ക് 3 ഭാഗത്ത് താഴ്വര ഉണ്ടാകും, ചില പള്ളികൾക്ക് 4 ഭാഗത്ത് താഴ്വര ഉണ്ടാവും. ഇതാണ് പഴയ പള്ളികൾ എന്ന് പറഞ്ഞാൽ. വിശാലമായ പള്ളിക്കാടും അതിൻ്റെ ഒരു ഭാഗത്ത് മനോഹരമായ ഒരു പള്ളിക്കുളവും ഉണ്ടായിരിക്കും. ഇതങ്ങനെയൊക്കെയാണ് പഴയ പള്ളികൾ എന്ന് പറഞ്ഞാൽ. ഇന്നിപ്പോൾ നമ്മൾ 3 സെൻറ്റിലോ 5 സെൻറ്റിലോ ഒക്കെ പള്ളി ഉണ്ടാക്കായതുകൊണ്ട് പിന്നെ വിശാലമായ പള്ളിക്കാടും പള്ളിക്കുളമാണെന്ന് പറഞ്ഞാലൊന്നും നടക്കുകയില്ല. ഒരു ടാപ്പ് ഉണ്ടായാൽ അതെങ്കിലും ഭാഗ്യം എന്ന് വിചാരിക്കാനേ ഇപ്പോൾ പറ്റുള്ളൂ. പക്ഷെ അന്ന് അങ്ങനെയല്ല, പഴയ കാലത്ത് ഇങ്ങനെയൊക്കെയാണ്. ആളുകളെല്ലാ കാര്യങ്ങൾക്കും പള്ളിയെ ആശ്രയിക്കും. നമ്മളെ നാട്ടിലൊക്കെ പഴയ കാലത്തെ പള്ളികൾ 24 hours 365 ദിവസം 24 മണിക്കൂറും തുറന്നിടുന്ന പള്ളികളാണ് ഉണ്ടായിരുന്നത്. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, പള്ളി തുറന്നിടലാണ്, പൂട്ടലില്ല. ഔത്തപ്പള്ളി പൂട്ടൽ തുടങ്ങിയത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആംപ്ലിഫയർ വന്നതിന് ശേഷമാണെന്നാണ്. മൈക്ക് വന്നതിന് ശേഷമാണ് ഔത്തപ്പള്ളി പൂട്ടിയത്. പുറത്തപ്പള്ളി പൂട്ടൽ തുടങ്ങിയത് കാർപ്പറ്റ് വന്നതിന് ശേഷമാണ്. പള്ളി മൊത്തം പൂട്ടൽ തുടങ്ങിയത് ഗൾഫിൽ നിന്ന് പൈസ വന്നതിൻ്റെ ശേഷമാണ്. ഇപ്പോൾ പള്ളി മിക്കവാറൊക്കെ പൂട്ടിയിട്ടുണ്ടാവും. ഞാൻ വെറുതെ തമാശക്ക് പറയലുണ്ട്, പുതിയ കമ്മിറ്റി വന്നാൽ പ്രധാനപ്പെട്ട 2 പരിപാടി ചെയ്യുന്നതാണ്. ഒന്ന്, പള്ളി അതിൻ്റെ പരിസരമൊക്കെ നിറയെ നോട്ടീസ് ഒട്ടിക്കും. നോട്ടീസ് ഒട്ടിക്കുക പറഞ്ഞാൽ ചെരുപ്പ് ഇവിടെ വെക്കുക, ഇവിടെ തുപ്പരുത്, ഇവിടെ ഇരിക്കരുത്, മൊബൈൽ ഫോൺ ഓഫാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പള്ളീൻ്റെ ഉള്ളിൽ നിറയെ ആവശ്യമുള്ള ചിലതുണ്ട് കേട്ടോ, ആവശ്യമില്ലാത്തത് ഒട്ടിക്കും. രണ്ടാമത്തത്, ഗോദരാജിൻ്റെ 1 ഡസൻ പൂട്ട് വാങ്ങിയിട്ട് മൊത്തം പൂട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇങ്ങനെ 2 കാര്യങ്ങളാണ് സാധാരണ ചെയ്യൽ എന്ന് പറയലുണ്ട്. അപ്പോൾ പഴയ പള്ളിയും പുതിയ പള്ളിയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഴയ പള്ളികളൊക്കെ പരിശോധിച്ചാൽ എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ കാര്യത്തിനും ആശ്രയിക്കാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വീടുകൾ വളരെ ചെറുതാണ്. സ്റ്റേജിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളുണ്ട്, ചരിത്രകാരന്മാരുണ്ട്, യൂട്യൂബർമാരുണ്ട്, എല്ലാവരും ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പ്രസംഗിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് പഴയ പള്ളിയും പുതിയ പള്ളിയും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ. പിന്നെ വീടുകൾ വളരെ ചെറുതാണ് ഉണ്ടാവുക. അപ്പോൾ വീട്ടിൽ വളരെ സ്ഥലം കുറവായിരിക്കും. അധികവും പാടത്ത് പണിയെടുക്കുന്ന ആൾക്കാരാണ്. പാടത്ത് പണിയെടുത്ത് അവർ ഉച്ചക്ക് പണി മാറ്റിയാൽ ഭക്ഷണം കഴിച്ചിട്ട് പള്ളിക്കാട്ടിൽ വന്ന് മറക്കിയിരിക്കും. പള്ളിക്കുളത്തുനിന്ന് കുളിച്ചിട്ട് പള്ളി നിസ്കരിച്ചിട്ട് പള്ളിൻ്റെ ചെരുവിലൊന്ന് വിശ്രമിച്ചിട്ട് 2 മണിയാവുമ്പോൾ അടുത്ത ഡ്യൂട്ടിക്ക് വീണ്ടും പോകും. അങ്ങനെയാണ് ചെയ്തിരുന്നത്. വീട്ടിൽ വിരുന്നുകാർ വന്നാൽ ആകെ വീട്ടിൽ ഒരു റൂമൊക്കെ ഉണ്ടാവുക. ഉള്ള റൂം വിരുന്നുകാർക്ക് കൊടുത്തിട്ട് വീട്ടുകാരൻ പള്ളിക്കൊക്കെ കിടക്കാൻ വരും. പള്ളിയിൽ കിടന്നുറങ്ങിയിരുന്ന കുറേ ആൾക്കാരുണ്ട് മുമ്പ്, പള്ളിക്കൊക്കെ കിടക്കാൻ വേണ്ടി വരും. പള്ളിയിൽ കിടക്കരുത് എന്ന നോട്ടീസൊക്കെ വന്നത് കാർപ്പറ്റ് വന്നതിൻ്റെ ശേഷമാണ്. അതിൻ്റെ മുമ്പ് ഇല്ല. പള്ളിയിൽ കിടക്കുന്നതിന് മുമ്പ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം കാർപ്പറ്റൊക്കെ വന്നതിൻ്റെ ശേഷം വന്നതാണ് പള്ളിയിൽ കിടക്കരുത് എന്ന്. ചിലയിടത്ത് ഔത്തപ്പള്ളി കിടക്കരുത് എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടാവും. അത് AC വെച്ചതിൻ്റെ ശേഷം എന്താ പ്രശ്നമാണ്, അതിൻ്റെ മുമ്പ് ഇങ്ങനെയൊന്നുമില്ല. അപ്പോൾ പഴയ പള്ളിയും പുതിയ പള്ളിയും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. അങ്ങാടിയിൽ ആൾക്കാർ തമ്മിൽ തെറ്റിയാൽ പള്ളിയിൽ നിന്ന് പറഞ്ഞു തീർക്കലാണ് പതിവ്. ചായ ബാക്കിൽ നിന്ന് ഇങ്ങോട്ടാണ്, ബാക്കിൽ നിന്ന് ഇങ്ങോട്ട്.
അങ്ങാടിയിൽ നിന്ന് ആൾക്കാർ എന്തെങ്കിലും കച്ചവടക്കാർ തമ്മിൽ തെറ്റിയാൽ, അല്ലെങ്കിൽ ജ്യേഷ്ഠനും തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ, എളാപ്പാര് മൂത്താപ്പാര് പ്രശ്നം ഉണ്ടായാൽ പള്ളിക്കൊക്കെ ഇങ്ങനെയാണ് കയറിനോടത്ത് പഴയ തറവാട് വീടിൻ്റെ പോലെയുള്ള ചേറ്റും പടിയൊക്കെ ഉള്ള വഖഫ് ചെയ്യാത്തൊരു സ്ഥലം ഉണ്ടാവും. അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് കാരണന്മാരങ്ങോട്ട് ഇറങ്ങിയിരുന്ന് അപ്പം ചെന്നങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് അവതരിപ്പിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും. ഏകദേശം ഫൈനലായി കഴിഞ്ഞാൽ അവർ ഔത്തപ്പള്ളിക്ക് കയറി നിന്നിട്ട് വലിയ കാരണം ഒരു തീരുമാനം പ്രഖ്യാപിക്കും. പള്ളിയിലെ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഒരു ഫാത്തിയോതിങ്ങാണ്ട് ദ്വാരങ്ങാണ്ട് തീരുമാനമാക്കിയിട്ട് പിരിയും. ഇങ്ങനെയൊക്കെയാണ് പഴയ പള്ളികൾ ഉണ്ടായിരുന്നത്. രണ്ട് വിഭാഗം ആളുകൾക്കിടയിൽ പള്ളിയിൽ പോയി പറയുക എന്ന പ്രയോഗം നിലവിലുണ്ടെന്നാണ്. തമ്മ തെറ്റിയാൽ പള്ളിയിൽ പോയി പറഞ്ഞളാന്ന് പറഞ്ഞത് രണ്ട് കൂട്ടർക്കാർക്കിടയിലാണുള്ളത്. ഒന്ന് മാപ്പിളാർക്കിടയിലും മറ്റൊന്ന് ക്രിസ്ത്യാനികൾക്കിടയിലുമാണ്. തെക്ക് ഭാഗത്തേക്ക് പോയാൽ മാപ്പിളാർ എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികൾക്കാണ്. നമ്മളെ ഈ ഭാഗത്തൊക്കെ വന്നാൽ മലബാർ ഏരിയയിലേക്ക് വന്നാൽ മാപ്പിളാർ എന്ന് പറഞ്ഞത് മുസ്ലിങ്ങൾക്കാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലാണ് പള്ളിയിൽ പോയി പറയുക എന്ന പ്രയോഗമുള്ളത്. പഴയ കാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ പള്ളിയിൽ പോയി പറയലും തീരുമാനമാകലും പതിവുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. 920-കൾക്ക് ശേഷമാണ് ആദ്യമായി അങ്ങാടിയിൽ മുസ്ലിം സമൂഹത്തിന് ഓഫീസ് ഉണ്ടായത്. അതിൻ്റെ മുമ്പ് അങ്ങാടിയത്തെ പ്രശ്നം പള്ളിക്കക്ക് നിന്ന് തീർക്കലായിരുന്നു പതിവ്. 920-കൾക്ക് ശേഷം പള്ളിയിലെ പ്രശ്നം അങ്ങാടിയിൽ നിന്ന് തീർക്കലായി മാറി. നല്ലോണം മനസ്സിലാക്കേണ്ട കാര്യമാണ്. 920-ന് മുമ്പ് നമ്മളൊക്കെ നാട്ടിൽ അങ്ങാടിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പള്ളിയിൽ പറഞ്ഞ് പള്ളിയിൽ കൂടുന്ന ആളുകൾ തീരുമാനാക്കി പിരിയലായിരുന്നു പതിവുണ്ടായിരുന്നത്. 920-കൾക്ക് ശേഷം പള്ളിയിലത്തെ പ്രശ്നം അങ്ങാടിയിൽ വെച്ച് പറഞ്ഞു തീർക്കുന്ന തരത്തിലേക്ക് മാറ്റമുണ്ടായി. പള്ളി നിസ്കരിക്കാൻ മാത്രമാണ് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് ആളുകൾ ചുരുങ്ങി വന്നു. സത്യത്തിൽ പള്ളികൾ മുസ്ലിങ്ങളുടെ എല്ലാ നിലയിലുമുള്ള ആശ്രയ കേന്ദ്രമാണ് എന്നുള്ളിടത്തുനിന്ന് വിട്ടു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ പള്ളി നിർമ്മിച്ചുകൊണ്ടാണ് ആദ്യമായി പള്ളിയുമായി ബന്ധപ്പെട്ട മുസ്ലിങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളതിൽ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ കാണും. ഒന്ന് പള്ളിയാണ്, മറ്റൊന്ന് റിലീഫാണ്. റിലീഫിനും പള്ളികൾക്കും വലിയ പ്രാധാന്യമുള്ളതാണ്. ഇസ്ലാമിൻ്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള എല്ലാ പ്രദേശങ്ങളും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണോ നമ്മുടെ മുൻഗാമികൾ വലിയ വലിയ ആൾക്കാരായി മാറിയത്, അതേ അവസ്ഥയിലേക്ക് തിരിച്ചു പോയാലല്ലാതെ നമുക്ക് ഉമ്മത്തിന് പുരോഗതി ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ ആ മാറ്റങ്ങൾ കുറേ സൗകര്യങ്ങളുണ്ടെങ്കിലും കുറേ അസൗകര്യങ്ങളായിട്ട് എല്ലാ മാറ്റങ്ങളും മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് മഹല്ല് സംവിധാനത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. ഒരു മഹല്ലിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ ആ മഹല്ലിലെ ആളുകളുടെ പുരോഗതിയാണ്. അതുറപ്പാണ്. ഏതൊരു നാടിനെ നമ്മൾ പരിശോധിക്കുമ്പോഴും ഒരു നാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ നാട്ടിൽ നേരത്തെ ജീവിച്ച് മരണപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെയോ പ്രത്യേകതയായിരിക്കും. ഇപ്പം നമ്മൾ നോക്കുക, മമ്പറം എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ തിരുരങ്ങാടി പോയിൻ്റെ മേലെ കൂടിയ മിനി ബസ് പോണ പാലുണ്ട് എന്നല്ല, മമ്പർത്ത തങ്ങൾ എന്ന് പറഞ്ഞ ഒരാൾ അവിടെയുണ്ട് എന്നാണ്. പൊന്നാനി എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? മഖ്ദൂം റളിയല്ലാഹു അൻഹു എന്ന ഒരു മനുഷ്യനുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ കുറച്ചും കൂടിയാണ് പോയാൽ കടലൈക്കാരം അതിൽ നല്ലോണം മീനുണ്ടാവും എന്നല്ലല്ലോ പൊന്നാനിയുടെ പ്രത്യേകത. മഖ്ദൂം തങ്ങൾ പറഞ്ഞ ആളുണ്ട് എന്നല്ലേ. എല്ലാ ഫളിന്റെയും പ്രാധാന്യത്തിൻ്റെയും പിന്നിലെ രഹസ്യം ഒരു മനുഷ്യനായിരിക്കും. മദീനയുടെ പ്രത്യേകത എന്താ? അഫ്ളലു തുർബത്തുൽ അർളി തുർബത്തുൽ മദീന, ഭൂമിയിലെ മണ്ണുകളിൽ വെച്ച് ഏറ്റവും അഫ്ളലായ മണ്ണ് മദീനയുടെ മണ്ണാകുന്നു എന്നാണ്. എന്താ മദീനയുടെ പ്രത്യേകത? മുത്തുനബിയുടെ പ്രത്യേകതയാണ് മദീനയുടെ പ്രത്യേകത.
ഏത് നാട് നമ്മൾ പരിശോധിച്ചാലും ആ നാടിന്റെ പ്രത്യേകതയ്ക്കു പിന്നിൽ ഒന്നുകിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മൺമറഞ്ഞു പോയ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പ്രത്യേകതയായിരിക്കും ആ നാടിനുണ്ടായിരിക്കുക. അങ്ങനെ വെക്കുമ്പോൾ നമ്മളെ നാടിനും ഒന്നുകിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ പ്രത്യേകതയായിരിക്കും, അല്ലെങ്കിൽ മൺമറഞ്ഞു പോയ ഏതെങ്കിലും മനുഷ്യരുടെ പ്രത്യേകതയായിരിക്കും. അങ്ങനെ ഏതൊരു മനുഷ്യന്റെയും പ്രത്യേകത ഓന്റെ വാപ്പാന്റെ പ്രത്യേകതയായിരിക്കും. നമ്മൾ ഏതൊരു മനുഷ്യനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുക ഓന്റെ വാപ്പ ആരാണ് എന്നാണ്. അപ്പൊ ഒരു നാടിന്റെ പ്രത്യേകത ആ നാട്ടിൽ നേരത്തെ ജീവിച്ച് മൺമറഞ്ഞതോ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതോ ആയ ഒരാളുടെ പ്രത്യേകതയാണ്. ഒരു മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ആ മനുഷ്യന്റെ പിതാവിന്റെ വാപ്പാന്റെ പ്രത്യേകതയാണ്. ഇങ്ങനെ പ്രത്യേകതകൾക്ക് ചില അടിസ്ഥാനങ്ങളുണ്ട്, അത് നമ്മൾ ഉൾക്കൊള്ളണം. അപ്പൊ ഒരു മഹലിന്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ മഹലിലെ ആളുകളുടെ പുരോഗതിയാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹലിലെ ആളുകൾ പുരോഗതി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഈമാന്റെ പുരോഗതിയാണ്, രണ്ടാമത്തേത് തഖ്വയുടെ പുരോഗതിയാണ്, മൂന്നാമത്തേത് വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയാണ്, നാലാമത്തേത് ബുദ്ധിയുടെ പുരോഗതിയാണ്, അഞ്ചാമത്തേത് സ്വഭാവത്തിന്റെ പുരോഗതിയാണ്, ആറാമത്തേത് സമ്പത്തിന്റെ പുരോഗതിയാണ്, ഏഴാമത്തേത് മസ്ലഹത്തിന്റെ പുരോഗതിയാണ്. 7 പുരോഗതികളാണ് പ്രധാനമായും ഏതൊരു നാടിന്റെയും പുരോഗതി എന്ന് പറഞ്ഞത്. ഈ 7 മാനദണ്ഡങ്ങൾ വെച്ച് 7 മാനദണ്ഡങ്ങളിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നും ഇനി അതിന്റെ ബാക്കി പൂർത്തിയാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുമാണ് ആലോചിക്കേണ്ടത്. ഒന്നാമത്തെ എടുക്കുക, ഏതൊരു പ്രദേശത്തിന്റെയും ഒന്നാമത്തെ പുരോഗതി ആ പ്രദേശത്തെ ആളുകളുടെ ഈമാനിന്റെ പുരോഗതിയാണ്. നാട്ടുകാർക്ക് എത്ര കണ്ട് ഈമാൻ ഉണ്ട് എന്നതിനനുസരിച്ചാണ് ഒരു മഹലിന്റെ പുരോഗതിയിലെ ഒന്നാമത്തെ മാനദണ്ഡം. ഈമാൻ ഉണ്ടെങ്കിൽ മറ്റു ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഈമാൻ ഉണ്ടെങ്കിൽ വേറെ ഒന്നും ഇല്ലെങ്കിലും, നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവൂല, നിസ്കാരം നിഷേധിച്ചാൽ കാഫിറാവും. നോമ്പ് നോറ്റിയില്ലെങ്കിൽ കാഫിറാവൂല, നോമ്പിനെ നിഷേധിച്ചാൽ കാഫിറാവും. ജുമയ്ക്ക് പോയില്ലെങ്കിൽ കാഫിറാവൂല, ജുമയെ നിഷേധിച്ചാൽ കാഫിറാവും. ഈമാൻ ഉണ്ടെങ്കിൽ ബാക്കി ഒന്നും ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല ഈമാൻ ഇല്ലാതെ. അതുകൊണ്ട് ഒരു നാടിന്റെ ഒന്നാം പുരോഗതി എന്ന് പറയുന്നത് ആ നാട്ടിലെ ആളുകളുടെ ഈമാന്റെ പുരോഗതിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എല്ലായിടത്തും ബാധകമാണ്. മഹല്ല് ജമാഅത്ത് നാട്ടുകാർക്കുണ്ടാക്കി കൊടുക്കേണ്ട പുരോഗതി ഒന്ന് ഈമാൻ. വാപ്പ മക്കൾക്കുണ്ടാക്കി കൊടുക്കേണ്ട പുരോഗതിയിൽ ഒന്ന് ഈമാൻ. ഗുരുനാഥന്മാർ ശിഷ്യന്മാർക്കുണ്ടാക്കി കൊടുക്കേണ്ട പുരോഗതിയിൽ ഒന്നാമത്തേത് ഈമാൻ. ആർക്കും ഉണ്ടാക്കി കൊടുക്കേണ്ട ഒന്നാമത്തെ പുരോഗതി ഈമാനാണ്. ഈമാനികമായ പുരോഗതി ഉണ്ടാവണമെങ്കിൽ ഈമാനിന്റെ അടിസ്ഥാനത്തെ മനസ്സിലാക്കണം. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഈമാൻ ഉണ്ടാവാനുള്ള കാരണം എല്ലാ വ്യാഴാഴ്ചയും ഉംറക്ക് പോയിരുന്നു എന്നല്ല, എല്ലാ മാസത്തിലും ഉംറക്ക് പോയിരുന്നു എന്നുള്ളതല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാൻ ഉണ്ടാകാനുള്ള കാരണം എപ്പോഴും ഖുർആൻ ഓതിങ്ങാണ്ട് ഖത്തം തീർത്ത് ദ്വാരന്നിരുന്നു എന്നുള്ളതല്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഈമാൻ കൂടാണ്ടായ കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കിയിരുന്നു എന്നതാണ്. അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള താല്പര്യമാണ് ഈമാന്റെ അസ്ലി എന്ന് മനസ്സിലാക്കിയാലേ നമ്മുടെ മഹല്ലിലേക്ക് ഈമാൻ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുള്ളൂ. പഴമക്കാര് കുട്ടികളെ, എടാ നിങ്ങൾ വർത്താനല്ലല്ലോ പറയണേ, ചായ കുടിക്കല്ലേ? എന്താണ് അതിൽ? ചായനല്ലേ അതിൽ? എന്താ കിട്ടിക്കണേ? ചായനല്ലേ? നിങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞാൽ ആൾക്കാരൊക്കെ നിങ്ങളെ ശ്രദ്ധിക്കൂലേ? മോശമല്ലേ അത്? ചായ കുടിച്ചോളൂ കേട്ടോ, ഉഷാറായിട്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മൂത്രയിക്കാൻ മുട്ടുമ്പോൾ നീച്ച് വയ്ക്കുള്ളൂ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഉഷാർ ഒരു യാനബി എല്ലാവരും ചെല്ലിയാലോ ഉഷാറാവും. യാനബി സലാം
عليكم يا رسول يا حبيب صلوات الله عليكم. മുഅ്മിനീങ്ങളെ, നമ്മളെ പഴമക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയിരുന്നത് റബീഉൽ അവ്വൽ 12-നാണ്. ബദരീങ്ങളെ ആണ്ടിനേക്കാൾ, മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ടിനേക്കാൾ, മഹലിന്റെ വാർഷികത്തേക്കാൾ, വീട്ടിലെ കല്യാണത്തേക്കാൾ എന്തിനോട് താരതമ്യം ചെയ്താലും ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുക റബീഉൽ അവ്വൽ 12-നായിരുന്നു പഴയ ആൾക്കാർ. എത്ര ഇല്ലാത്തവനും കുട്ടികളെ ആ കൊടിയും പൊടിച്ചങ്ങാണ്ട് പേരൻ്റെ അടുത്ത് കൂടി വരുമ്പോൾ ഒരു പാക്കറ്റ് മുട്ടായി പൊട്ടിച്ചങ്ങാണ്ട് കൊടുക്കും, അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം കലക്കിയിട്ടെങ്കിലും കൊടുക്കും. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയത്. അതിനാണ് എന്തേ കാരണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യമാണ് ഈമാന്റെ അസ്ല്. അത് തന്നെയാണ് കാരണം. ഈമാണ്ടാണെങ്കിൽ മുത്തുനബിയോട് താല്പര്യം ഉണ്ടാവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഫളില് മുഹമ്മദ് നബിയെ മനസ്സിലാക്കിയതാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ കളിക്കൂട്ടുകാരനായിരുന്നു. അവർ ഒന്നിച്ച് കളിച്ചിരുന്ന ആളാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനായിരുന്നു. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കച്ചവടത്തിന് വേണ്ടി പോയി. കച്ചവടം നടന്നുകൊണ്ടിരിക്കെ രാത്രിയിൽ ഉറങ്ങുമ്പോ ഒരു കിനാവ് കണ്ടു. ചന്ദ്രൻ ഉദിക്കാത്ത ഒരു ദിവസത്തിൽ അത്ഭുതാവഹമായ നിലയിൽ ഒരു വലിയ ചന്ദ്രൻ ഉദിച്ചു വന്നു. മേലല്ല, കുറച്ച് താഴെ ഒരു വലിയ ചന്ദ്രൻ ഉദിച്ചു വന്നിട്ട് ആ ചന്ദ്രൻ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറിയിട്ട് മക്കയിലെ എല്ലാ പ്രധാനപ്പെട്ട വീടുകളിലേക്കും അതിൽ നിന്ന് ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ പോകുന്നതായിട്ടാണ് കിനാവ് കണ്ടത്. അത് പോയതിന്റെ ശേഷം കുറച്ച് കഴിഞ്ഞ് ആ പോയ കഷ്ണങ്ങളൊക്കെ ഇങ്ങോട്ട് തന്നെ മടങ്ങി വന്ന് വീണ്ടും അത് പഴയ ചന്ദ്രനായി രൂപാന്തരപ്പെട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ വന്നിരിക്കുന്നതായി കണ്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പൊ അതിങ്ങനെ അണഞ്ഞുകൂട്ടി ഇങ്ങനെ പിടിച്ചതോടുകൂടി കണ്ണു തുറന്നു. സ്വപ്നം കഴിഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ പൂർവകാല വേദങ്ങൾ പഠിച്ച ഒരു പണ്ഡിതനുണ്ടായിരുന്നു അവിടെ. അയാളുടെ അടുക്കൽ പോയിട്ട് ഇന്നലെ കണ്ട കിനാവിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ വിശദീകരണം എന്താണെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, അവസാന പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ടെന്നും നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിക്കും എന്നുമാകുന്നു ഈ സ്വപ്നത്തിന്റെ തഅബീർ എന്ന് പറഞ്ഞു. ആ കച്ചവടം കഴിഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട്ടിൽ മടങ്ങിയെത്തിയപ്പോ കച്ചവട സ്ഥലത്ത് നിന്ന് മടങ്ങി വരുമ്പോ മക്കയിൽ കിട്ടാത്ത എന്തെങ്കിലും സാധനം മാർക്കറ്റിൽ കാണുകയാണെങ്കിൽ അതും വാങ്ങിയിട്ടാണ് മടങ്ങി വരിക. അങ്ങനെ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതിങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ലഅനത്തുല്ലാഹി അലൈഹി ആയ അബൂജാഹിൽ വന്നിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ തോണ്ടിയിട്ട് ചോദിച്ചു, അബൂബക്കറെ നാട്ടിലെ വല്ല വിവരം എൻ്റെ അടുത്തുണ്ടോ എന്ന് ചോദിച്ചു. അന്നത്തെ പേര് അബൂബക്കർ എന്നല്ല കേട്ടോ, നമുക്ക് പറയാൻ പറ്റിയ പേര് അബൂബക്കർ എന്നായതുകൊണ്ട് പറഞ്ഞതാണ്. നാട്ടിലത്തെ വല്ല വിവരം എൻ്റെ അടുത്തുണ്ടോ ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ അടുത്ത് പുതിയ വിവരങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അബൂജാഹിൽ മെല്ലെ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേഗം പെരേ പോയി ഒന്ന് കുളിച്ച് തുണിങ്ങുപ്പായി മാറ്റിയിട്ട് ഇലാ ഹദറത്തി ഹബീബിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ ചെന്ന് ചോദിച്ചു, മുഹമ്മദേ ഞാൻ കേട്ടത് സത്യമാണോ എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ സത്യമാണ്. അള്ളാഹു എന്നെ നബിയാക്കി നിയോഗിച്ചിട്ടുണ്ട്. എനിക്ക് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം
എന്നോതിക്കൊടുത്തത് കേട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ നബിയാണെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ ദീനുൽ ഇസ്ലാമിലേക്ക് വന്നു. മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാന്റെ അസ്ല് എന്ന് പറഞ്ഞത്. ഞമ്മക്കോ ഈമാൻ ഉണ്ടാകണമെങ്കിൽ മുത്തുനബിയോട് താല്പര്യമുണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ട ഘടകം. നമ്മളെ ഈമാൻ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹുവിനെ വിശ്വാസം വന്നതിൻ്റെ ശേഷം മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസം വരിക എന്നുള്ളത് ഉണ്ടാവില്ല. മുഹമ്മദ് നബിയെ വിശ്വാസം വന്നതിനാൽ മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹുവിനെ വിശ്വാസം വരിക എന്നുള്ളതാണ് ഉണ്ടാവുക. ഖുർആൻ വിശ്വാസം വന്നതിനാൽ മുഹമ്മദ് നബിയെ വിശ്വാസം വരലല്ല ഉണ്ടാവുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാണെന്ന് വിശ്വാസം വന്നതിനാൽ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് മനസ്സിലാകലാണ് ഉണ്ടാവുക. എല്ലാ ഈമാൻ കാര്യവും അങ്ങനെ തന്നെയാണ്. സിറാത്ത് പാലം വിശ്വാസം വരണമെങ്കിൽ മുഹമ്മദ് നബി റസൂലാണെന്ന വിശ്വാസം വരണം. ഖബറിൽ ചോദ്യമുണ്ടെന്ന വിശ്വാസം വരണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണെന്ന വിശ്വാസം വരണം. ഖബറിൽ ജീവിതമുണ്ടെന്ന വിശ്വാസമുണ്ടാകണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണെന്ന വിശ്വാസം വരണം. ദുനിയാവ് കഴിഞ്ഞാൽ മഹ്ശറ ഉണ്ടെന്ന ഈമാൻ വരണമെങ്കിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന ഈമാൻ വരണം. ഈമാന്റെ അസ്ല് മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മിഅ്റാജ് ഉണ്ടായി റജബ് 27-ന്. മിഅ്റാജ് ഉണ്ടായതിന്റെ ശേഷം പിറ്റേന്ന് രാവിലെ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബമക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് ആ കയ്യമ്മക്ക് ഇങ്ങനെ തല വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അബൂജാഹിൽ കണ്ടു ലഅനത്തുല്ലാഹി അലൈഹി. ഓൻ ചെന്നു അടുത്ത് എന്നിട്ട് ചോദിച്ചു, മുഹമ്മദേ, അന്റെ ഇരുത്തം കണ്ടാൽ എന്തോ ഒന്ന് സംഭവിച്ച മാതിരി തോന്നുന്നുണ്ടല്ലോ, പുതിയ വല്ല വിവരം ഉണ്ടോ എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ഉണ്ട് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് മസ്ജിദുൽ ഹറാമിൽ വന്നു. മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങൾ സഞ്ചരിച്ച് അള്ളാഹുവിന്റെ അർശിന്റെ സാന്നിധ്യത്തിൽ ചെന്ന് അള്ളാഹുവുമായി സംഭാഷണം നടത്തി നിസ്കാരവും വാങ്ങി മടങ്ങി വന്ന് പോയ വഴിയിലൂടെ തന്നെ മടങ്ങി നേരം പുലർന്നപ്പോഴേക്ക് കിടന്നിരുന്ന അതേ സ്ഥലത്ത് തിരിച്ചെത്തി എന്ന് പറഞ്ഞപ്പോ ലഅനത്തുല്ലാഹി അലൈഹിയായ അബൂജാഹില് വന്നിട്ട് ചിരിച്ചു. എന്ത് ചിരി? ആക്കണ ചിരി എന്ന് നമ്മൾ പറയില്ലേ, ആയാതി ചിരി. എന്നിട്ട് ഓന്റെ ആൾക്കാരൊക്കെ വിളിച്ചു, വരിയടാ എല്ലാവരും വരി. ഓന്റെ അബൂജാഹിലിന്റെ ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തി, എല്ലാവരും വരി. എന്നിട്ട് അബൂജാഹിൽ പറഞ്ഞു, നിങ്ങൾ കേട്ട മുഹമ്മദ് പറഞ്ഞത്? ഇന്നലെ രാത്രി ഉറങ്ങുന്നിടത്തുനിന്നാണ് നീച്ചിട്ട് നമ്മളൊരു 10-40 ദിവസം കുതിരപ്പുറത്ത് യാത്ര ചെയ്താൽ മാത്രം എത്തിച്ചേരുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിയെന്നും അവിടുന്ന് 7 ആകാശങ്ങൾ സഞ്ചരിച്ച് അള്ളാഹുമായി കണ്ട് സംഭാഷണമൊക്കെ നടത്തിയിട്ട് പോയ വഴിയിലൂടെ നടന്ന് നേരം പുലർന്നപ്പോഴേക്ക് കിടന്നിരുന്ന അതേ സ്ഥലത്ത് മടങ്ങിയെത്തി എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ള ആൾക്കാരും ചിരിച്ചു. എന്ന് പറഞ്ഞാൽ ആക്കാൻ കൂടി കൊടുത്തു. ഇത് കേട്ടിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദൂരെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വന്ന് ചോദിച്ചു, എന്താ പ്രശ്നം? അതിൽ അബൂജാഹിൽ പറഞ്ഞു, ഒന്നും അറിഞ്ഞിട്ടില്ല ചോദിച്ചു. ഇല്ല പറഞ്ഞു. ഇന്ന് രാവിലെ ഒരു വിടൽ വിട്ടിട്ട് എമ്മാതിരി വിടലാന്ന് അറിയാൻ എനിക്ക് എന്ന് ചോദിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്. എന്തേന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി ഉറങ്ങണോടത്തുനിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി അവിടുന്ന് 7 ആകാശങ്ങളിലേക്ക് പോയി അള്ളാഹിനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് മടങ്ങി വരുന്ന വഴിക്ക് മൂസാ നബിനെ കണ്ട് അവിടുന്ന് അങ്ങോട്ട് തന്നെ പോയി ഇങ്ങോട്ട് തന്നെ വന്ന് 9 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ആ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നിക്കാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. നേരം വെളുത്തപ്പോ അതിന് ഇവിടുക്കനുണ്ട് എത്തിന്നാ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ ഒരു ചോദ്യം ചോദിച്ചു. ഒറ്റ ചോദ്യം, ഇതിന്റെ നബി പറഞ്ഞ തന്നെയാണോ എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജാഹിൽ പറഞ്ഞു, പറഞ്ഞ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ അബൂബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത്. മുഹമ്മദ് നബിയോട് എത്ര ഉണ്ട് താല്പര്യമുണ്ട്, അതിന്റെ പേരാണ് ഈമാൻ. ലിബറലിസം എന്താ? മുഹമ്മദ് നബിയോട് താല്പര്യക്കുറവ്. യുക്തിവാദം എന്താ? മുത്തുനബിനോട് താല്പര്യക്കുറവ്. നിരീശ്വരവാദം എന്താ? മുഹമ്മദ് നബിയോട് താല്പര്യക്കുറവ്. ബിദ്അത്ത് എന്താ?
മുഹമ്മദ് നബിയോട് താല്പര്യക്കുറവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ എന്താ? മുത്തുനബിനോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ. അതുകൊണ്ട് ഈമാൻ ഉണ്ടാവണം നാട്ടിലേക്ക് എങ്കിൽ മുഹമ്മദ് നബിയെ പരിചയപ്പെടുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പഴയ ആൾക്കാരൊക്കെ സൂക്ഷിച്ചു പോന്നിട്ടുണ്ട്. കുടിരിക്കലിന് ആദ്യം കൊണ്ടക്കണ സാധനം ഒരു മുസാഫും ഒരു മൗലിദ് കിതാബുമാണ്. ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലത്. എന്താ കാരണം? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ് പറഞ്ഞില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് കഅബ ഉണ്ടാക്കി. ആദ്യമായി കഅബ നിർമ്മിക്കുന്നത് ആദം നബി അലൈഹി ഇസ്ലാമിന് മുമ്പ് മലക്കുകളാണെന്നാണ്. കഅബ ഉണ്ടാക്കി. പിന്നീട് സയ്യിദുന അബുൽ ബശർ ആദം നബി അലൈഹി ഇസ്ലാം ഭൂമിയിൽ വന്ന് കഅബയിൽ ഇബാദത്ത് എടുക്കാൻ ആരംഭിച്ചപ്പോ കഅബയുടെ നേരെ മുകൾ ഭാഗത്തുള്ള ബൈത്തുൽ മഅമൂർ എന്ന വീട്ടിലേക്ക് എന്ന ഭവനത്തിലേക്ക് മലക്കുകൾ അവരുടെ തവാഫിനെ മാറ്റി ഭൂമിയിലെ കഅബ മനുഷ്യന്മാർക്കാക്കി. ആ കഅബ ആദം നബി അലൈഹി ഇസ്ലാമിന് മുമ്പ് മലക്കുകളാൽ നിർമ്മിച്ച കഅബ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലുള്ളായ വെള്ളപ്പൊക്കത്തിൽ തകർന്നു. പിന്നീട് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകനായ ഇസ്മായിൽ അലൈഹി ഇസ്ലാമും കൂടി കഅബ പുതുക്കി പണിതു. ആ കഅബ തകർക്കാൻ വേണ്ടി മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ 500 വർഷങ്ങൾക്ക് മുമ്പ് ആനപ്പടയുമായി അബ്രഹത്ത് എന്ന രാജാവ് വന്നപ്പോ ആനപ്പടയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തകർത്ത് കളഞ്ഞു. ആദം നബി അലൈഹി ഇസ്ലാമിന് മുമ്പ് മലക്കുകൾ ഉണ്ടാക്കിയ കഅബ നൂഹ് നബിയുടെ കാലത്ത് അല്ലാഹു തകർത്തു. ആരെ പൊളിച്ചത്? അള്ളന്നെ പൊളിച്ചത്. കഅബ തന്നെ പൊളിച്ചിട്ടുണ്ടായി. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബയുണ്ടാക്കി. ആ കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവ് ആനപ്പടയുമായി വന്നപ്പോൾ അല്ലാഹു ആനപ്പടയെയാണ് പൊളിച്ചത്. കഅബ പൊളിക്കാൻ സമ്മതിച്ചില്ല. ആദം നബി അലൈഹി ഇസ്ലാമിന് മുമ്പ് മലക്കുകൾ ഉണ്ടാക്കിയ കഅബയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകനായ ഇസ്മായിൽ അലൈഹി ഇസ്ലാമും ചേർന്നുണ്ടാക്കിയ കഅബയും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് എന്ന് പരിശോധിച്ചാൽ ഒരു വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബ ഉണ്ടാക്കിയിട്ട് ഒരു ദുആ നടത്തിയിരുന്നു. ആ ദുആയിൽ മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി പറയുന്നുണ്ട്, റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ. അല്ലാഹുവേ, ഞാൻ ഈ കഅബയുണ്ടാക്കുന്നത് ഇവരുടെ സന്താന പരമ്പരയിൽ നിന്ന് ഒരു നബിയെ യാത്രയാക്കാനാണ്. ഇവർ എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ അലൈഹിസ്സലാം. ലോകത്ത് വന്ന മിക്കവാറും അമ്പിയാക്കളൊക്കെ ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയാണ്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഒരു നബി മാത്രമാണുള്ളത്. അഷ്റഫുൽ ഖൽഖായ നമ്മുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നിന്ന് ഒരു നബി വരാനാണ് ഞാൻ ഈ കഅബയുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് മുഹമ്മദ് നബിക്ക് വരാനാണ് എന്നർത്ഥം. നാളിനോട് ഒരാൾ ചോദിച്ചു, എന്തിനാ കുടിരിക്കലിന് മങ്കൂസ് മൗലൂദ് ഓതുന്നത്? യാസീൻ ഓതിയാ പോരേ? യാസീൻ മാത്രം ഓതിയാ പോരാ, തബാറക്ക് ഓതണം. മങ്കൂസ് മൗലൂദ് ഓതണ്ടോടുത്ത് അതന്നെ ഓതണം. മുഹമ്മദ് നബിയെ ഒരു വിഷയത്തിന്റെ മുന്നിൽ വെച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം വിജയിക്കും. ഇനി കഅബ പൊളിയല്ലോ. ഖിയാമത്ത് നാളിന്റെ അശ്റാത്തുസ്സാ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പറയുന്നുണ്ട്, കഅബ പൊളിച്ച് അതിന്റെ ഓരോ കല്ലുകൾ വരി നിന്ന് കടലിൽ ഒഴുക്കിക്കളയുമെന്ന്. ഇനി കഅബ പൊളിയും. എന്താ കാരണം? മുഹമ്മദ് നബി വന്നു പോയതാണ് കാരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുപോയി എന്നതാണ് കാരണം. അപ്പോ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും പരിശോധിച്ചാൽ വായിദുസ്താവ് വരുന്നുണ്ട്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, സിഹത്തും സലാമത്തും കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ, അവ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്ൽ എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യമാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പുതിയ തലമുറക്ക് എത്ര താല്പര്യമുണ്ട് അതിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ പോവുക.
ഇന്ന് നമ്മളിങ്ങനെ ഒരുപാട് ഇസ്ലാമെന്ന് പുറത്തു പോണ ഒരുപാട് വിശ്വാസങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും നടക്കാതിരിക്കണമെങ്കിൽ ഖൽബിൽക്ക് മുഹമ്മദ് നബി കയറിയിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്തിന് കയറിയതുപോലെ 10,000 റക്അത്ത് മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഒരാൾ നിസ്കരിച്ച് ദ്വാരന്നാലും സ്വർഗത്തിൽ പോകുമെന്നുറപ്പില്ല. എന്നാൽ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സെക്കൻഡ് സമയം കാണുകയും ഈമാനോടുകൂടെ നബി തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടുകയും ഈമാനോടുകൂടെ മരിക്കുകയും ചെയ്താൽ അയാൾക്ക് സ്വഹാബി എന്ന് പറയും. സ്വഹാബിയായാൽ സ്വർഗം ഉറപ്പായിരിക്കുമെന്നതാണ്. എന്താ സ്വഹാബത്തിന്റെ പ്രത്യേകത? ഈമാൻ കൂടുതലുണ്ടാവും നബി തങ്ങളെ കണ്ടാൽ എന്നതാണ് പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തത് മഹലിന്റെ പുരോഗതി എന്ന് പറഞ്ഞാല് കസാല ഒഴിവുള്ളടത്തൊക്കെ ഇരിക്കും. ഈ ഭാഗത്ത് ഇവിടെ കുറച്ച് കസാല ഉണ്ട്, ഇങ്ങോട്ട് പോരാവുന്നതാണ്. ഈ ഭാഗത്ത് കുറച്ച് കസാല ഉണ്ട്. സംഘാടകർക്ക് പന്തലിട്ടത് മുതലാവും വേണം. أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ സ്ത്രീകളൊക്കെ മുന്നിൽ കൊന്നൊരൽപ്പം കയറിയിരുന്ന് കൊന്ന് സഹകരിച്ചാൽ, ഒഴിവുള്ള കസാലക്കൊന്ന് പിന്നെ ബാക്കിലേക്ക് മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്താൽ ഒന്നുകൂടി ആ മഴയത്തുള്ള കുട്ടികളെയൊക്കെ എടുത്ത സ്ത്രീകളൊക്കെ ഉണ്ട്, അവർക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വരാൻ വേണ്ടി പറ്റും. നോട്ട് ജസ്റ്റ് ചെയ്ത് എല്ലാവരും ഇരിക്കുക. മുന്നിൽ കുറച്ച് കസാല രണ്ട് സൈഡിലും ഒഴിവുണ്ട്, വലത് സൈഡിലും ഇടത് സൈഡിലും. അതൊക്കെ ഉപയോഗപ്പെടുത്താം. പ്രാർത്ഥിക്കുവാൻ 10 അദബുകൾ അറിയേണ്ടതാണ്, അല്ലാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാണ്. അതിലൊന്ന് സമയം നോക്കണം എന്നാണ്. മഴ പെയ്തിരിക്കും സമയമതിലൊന്നാണ്. മഴയുമ്പോൾ ദുആക്ക് പ്രത്യേക ഇജാബത്ത് ഉണ്ടാവുന്നതാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ പറ എല്ലാവരും. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. മഴ പോയി തോന്നുന്നുണ്ട്. ഞാനും തന്നെ അങ്ങനെ ആലോചിച്ചിരുന്നു, ആ പുറത്തുള്ള ആൾക്കാരുടെ ഉള്ളിലേക്ക് കയറ്റാൻ എന്താ വയ്യെന്ന്. അപ്പൊ അല്ലാഹു തആല നല്ലൊരു വയ്യന് കാണിച്ചു തന്നതിന്, വേറെ പൈലൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് റാഹത്തുണ്ട്, നല്ല സാഹസായി കിട്ടിയിട്ടുണ്ട്. അതായത് അപ്പൊ 2 വരി ബൈത്ത് ചൊല്ലിയിട്ട് നമുക്ക് യാ നബി ആയിക്കോട്ടെ. അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി യാ നബി. യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സ്വലവാത്തുല്ലാഹ് അലൈക്കും.
പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മഹലിന്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോ ഇത് മഹല് ശാക്തീകരണം വിഷയമായതുകൊണ്ട് അങ്ങനെ പറയട്ടോ, കുടുംബത്തിന്റെ പുരോഗതിയും തന്നെയാണ്, ശിഷ്യന്മാരെ പുരോഗതി എന്ന് പറഞ്ഞാലും തന്നെയാണ്. മൂമിനും മുസ്ലിമുമായ മനുഷ്യന്റെ ഒന്നാമത്തെ പുരോഗതി ഈമാന്റെ പുരോഗതിയാണ്. നമ്മളെപ്പോഴും ദീർഘായുസിന് തോരക്കല്ല, പഠിച്ചോനെ ദീർഘായുസ് തരണേ, എല്ലാവരും ആമീൻ പറയും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ് നൽകട്ടെ. സംഗതി മഴ പെയ്യുമ്പോ നല്ലോണം വെള്ളം വന്നിട്ട് ആ വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോയ ഷഹീദിന്റെ കൂലിട്ടും. പക്ഷെ നമ്മളാരും തോരക്കലില്ലല്ലോ. മരം പൊളിഞ്ഞാടിയിട്ട് മരത്തിന്റെ ചോട്ട് വെട്ടാൽ ഷഹീദിന്റെ കൂലിട്ടും, പാമ്പ് കടിച്ച് മരിച്ചാൽ ഷഹീദിന്റെ കൂലിട്ടും. പക്ഷെ നമ്മളാരും പഠിച്ചോനെ അടുത്തോ അല്ലെങ്കിലും കുറച്ച് നല്ലോണം വെള്ളം വന്നിട്ട് ആയിക്കൂടെ എന്നെ ഒലിപ്പിക്കണേ എന്ന് തോർക്കൂല. നമ്മളൊക്കെ എന്തെന്നെ തോർക്കുള്ളൂ, ദീർഘായുസ് തരണേ അല്ലാ. 80 വയസ്സ് കഴിഞ്ഞ മഹലിലെ ആളുകൾക്ക് ആദരവ് കൊടുക്കുന്നുണ്ടെന്ന്. നല്ല പരിപാടിയാണ്. വയസ്സന്മാരെ നല്ലോണം പരിഗണിക്കേണ്ട തന്നെയാണ്. അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ദീർഘായുസ് കൊണ്ട് എന്താ ഗുണം? വണ്ടിന്റെ ചോട്ട് വെട്ടാൽ ഷഹീദിന്റെ കൂലി കിട്ടും. ദീർഘായുസ് കൊണ്ട് എന്താ ഗുണം? ദീർഘായുസ് കൊണ്ട് ഈമാൻ കൂടുന്നുള്ളതാണ് ഗുണം. 50 വയസ്സുള്ള ഒരാൾക്കും 80 വയസ്സുള്ള ഒരാൾക്കും ഒരേ ഈമാനാണെങ്കിൽ 30 കൊല്ലം വെറുതെ പോയി എന്നല്ലാതെ ഒരു കാര്യമില്ല. കഴിഞ്ഞ റബീഉൽ അവ്വലിനേക്കാൾ ഈ റബീഉൽ അവ്വലിൽ നമുക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെങ്കിൽ മാല കെട്ടിയ പൈസ പോയി എന്നല്ലാതെ ഒരു കാര്യമില്ല. കഴിഞ്ഞ റമദാനിനേക്കാൾ ഈ റമദാൻ ശരീഫില് നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ ഒരു കൊല്ലം പോയി എന്നല്ലാതെ നേട്ടമൊന്നുമില്ല. ദീർഘായുസ് കൊണ്ടുള്ള നേട്ടമെന്ന് പറയുന്നത് ഈമാനിന്റെ വർധനവാണ്. അല്ലാഹു പറഞ്ഞു അൽഹംദുലില്ലാഹ്, ഒരു മുസ്ലിമായ മനുഷ്യന്റെ കൈകൊണ്ട് എനിക്ക് മരിക്കേണ്ടി വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനവർകൾ മകനായ അബ്ദുള്ളയെ വിളിച്ചു, അബ്ദുല്ലാഹിബിൻ ഉമറിനെ. അബ്ദുല്ലാഹിബിൻ ഉമറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ആയിഷ ബീവിയുടെ അടുക്കൽ ഒന്ന് പോകണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചെന്നിട്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബറും കിടക്കുന്ന സ്ഥലത്ത്, അത് ആയിഷ ബീവിന്റെ വീട്ടിലാണ്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിന്റെ വീട്ടിലാണ് കിടക്കുന്നത്. അമ്പിയാക്കൾ എവിടെയാണോ മരണപ്പെട്ടത് അവിടെ തന്നെ മറവ് ചെയ്യലാണ് പതിവ്. ഭൂരിഭാഗം അമ്പിയാക്കൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപൂർവമായി ചില നബിമാർ മാത്രമാണ് വ്യത്യാസമുള്ളത്. വ്യത്യാസമുള്ള ഒരാളായിരുന്നു സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അവിടെ അല്ല മറവ് ചെയ്തത്. യൂസുഫ് നബി മരണപ്പെട്ടപ്പോൾ ഒരു തർക്കം ഉണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം മിസ്റില് അഥവാ ഇന്നത്തെ ഈജിപ്തില് നൈൽ നദിയുടെ ഒരു കരയിലാണ് താമസമുള്ളത്. ഒരിക്കൽ മറുകരയിൽ താമസിക്കുന്ന കുറെ ആളുകൾ വന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, മഹാനവർകളെ, നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ കുറച്ചാലൊന്ന് വന്ന് പാർത്താൽ തരക്കടില്ലായിരുന്നു എന്ന് അഭിപ്രായം ഉണ്ട് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. എന്തേ നിങ്ങളെ നാട്ടില് ഒന്ന് കുറച്ചാലം വന്ന് താമസിക്കാനെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിച്ചിട്ട് ഇങ്ങോട്ട് നോക്കിയ എല്ലാവരും ആ ഉസ്താദ് അവിടെ കുറെ ചങ്ങന്മാർ കൂടിക്കണ കണ്ടപ്പോളേ ഓല അവിടെ നിന്ന് പറഞ്ഞേക്കാൻ വേണ്ടി പോയതാണ്. നിങ്ങളത് നോക്കിയെന്ന് എങ്ങനെ സംഗതി എടുക്കുക? നിങ്ങൾ ഇങ്ങോട്ട് നോക്കി നല്ല വിഷയം നടക്കണം. ഉസ്താദിന്റെ ഡ്യൂട്ടി വളരെ ഭംഗിയായി നിർവഹിക്കുക. നിങ്ങളെ ഡ്യൂട്ടി ഇപ്പം എൻ്റെ വയല് കേൾക്കലാണ്. അത് ഉഷാറായിട്ട് കേൾക്കുക. ഒന്നുകിൽ 10:30 മണിയാകുന്നത് വരെ, അല്ലെങ്കിൽ തങ്ങൾ പാപ്പ വരുന്നത് വരെ. രണ്ടിലൊന്നാണ് ഇവിടെ സംഭവിക്കുക ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കി എല്ലാവരും. അന്ത മുൻജീന ഗദൻ മിൻ ശഫാഅതിക സഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പം ഇങ്ങോട്ട് നോക്കിയ എല്ലാവരും മുഅ്മിനീങ്ങളെ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞേ.
യൂസുഫ് നബി അലൈഹി ഇസ്ലാം നൈൽ നദിയുടെ ഒരു കരയിലാണ് താമസിക്കുന്നത്. ഒരിക്കൽ മറുകരയിൽ താമസിക്കുന്ന ആളുകൾ വന്നിട്ട് യൂസുഫ് നബിനോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ കുറച്ചാലൊന്ന് വന്ന് പാർക്കണം എന്ന് പറഞ്ഞു. അതെന്തിനാ ഞാൻ നിങ്ങളെ നാട്ടിൽ പാർക്കണമെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിച്ചിട്ട് ഇവിടെ എല്ലാവർക്കും നല്ലോണം പൈസ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ അവിടെ വന്ന് പാർത്ത അവിടെ എല്ലാവർക്കും നല്ല പൈസ ഉണ്ടാവുന്ന ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എന്നെക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ വരാറുണ്ട്. അങ്ങനെ പോയി പാർത്തു എന്നാണ്. ഓല് വിചാരിച്ച മാതിരി തന്നെ ഓൽക്ക് നല്ലോണം പൈസ ഉണ്ടായി, നല്ല പൈസക്കാരായി, കടമൊക്കെ വീടി, പെരപ്പണിയൊക്കെ തീർന്ന് നല്ല റാഹത്തായി, കച്ചവടമൊക്കെ ഉണ്ടായി, കൃഷിയൊക്കെ നടന്ന് ഉഷാറായി. പക്ഷെ ഒരു സംഭവം ഉണ്ടായത്, യൂസുഫ് നബി അലൈഹി ഇസ്ലാം മറുകരയിൽ വെച്ച് വഫാത്തായി. മടങ്ങിപ്പോരുന്നതിന് മുമ്പ് മരിച്ചു. മരിച്ചപ്പോൾ ഒരു തർക്കമുണ്ടായി. ഓല് പറഞ്ഞു, അക്കരമക്കാര് പറഞ്ഞു അമ്പിയാക്കൾ മരിച്ചോട് തന്നെ മറവ് ചെയ്യണം എന്നാണ്, ഇവിടെ തന്നെ മറവ് ചെയ്യണം. ഇക്കരമക്കാര് പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ നിന്നേ തൽക്കാലം ഒന്ന് കുറച്ച് ദിവസം ഇങ്ങോട്ട് വന്നതാണ്, അയക്കൂല, ഞങ്ങൾ നാട്ടിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് വിളിക്കാറ്. അങ്ങനെ തർക്കായി. ആംബുലൻസ് ഉണ്ടായിരുന്നോ അന്നൊന്നും ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല എന്നാണ്. അല്ല, ഇനി ഭയം എങ്ങനെ ആലോചിച്ചടക്കോ അന്ന് ആംബുലൻസ് ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ പറഞ്ഞു. അവസാനം തർക്കമായി എന്ന് പറഞ്ഞ് അത് തഫ്സീറിലൊക്കെ പറയുന്നുണ്ട്, ഹത്താ യഖ്തത്തിലു എന്നാണ്. രണ്ടു കൂട്ടരും വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി എന്നാണ്, മയ്യത്ത് വിട്ടിട്ടാന്. അവസാനം രണ്ട് നാട്ടിലെയും ജഡ്ജിമാർ യോഗം ചേർന്നിട്ട് ഒരു തീരുമാനം എടുത്തു. എന്താ തീരുമാനം? നൈൽ നദിക്ക് കുറുകെ മണലും ചാക്ക് വെച്ചിട്ട് വെള്ളം കെട്ടി നിർത്തി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പെട്ടിയിലാക്കി നടുവിൽ മറവ് ചെയ്തിട്ട് രണ്ടു ഭാഗത്തേക്കും വെള്ളം തിരിച്ചുവിടാം എന്ന് തീരുമാനിച്ചിട്ട് യൂസുഫ് നബിയുടെ നൈലിന്റെ നടുവിലാണ് മറവ് ചെയ്തത് എന്നാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം അമ്പിയാക്കളിൽപ്പെട്ട ചിലർക്ക് അള്ളാഹു സ്വപ്നം മുഖേനയായി യൂസുഫ് നബി അവിടെ നിന്ന് എടുത്തുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ അടുക്കൽ കൊണ്ടുപോയി മറവ് ചെയ്യാൻ അറിയിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നൈൽ നദിയിൽ നിന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനാസ ഉൾക്കൊള്ളുന്ന പേടകം, ആ പെട്ടിയെടുത്ത് ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്ത് ഇബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അമ്പിയാക്കൾ എവിടുന്ന വഫാത്തായത് വെച്ചാൽ അവിടെ തന്നെ മറവ് ചെയ്യലാണ് പതിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ കട്ടിലുമ കടന്നിട്ടാണ് മരിച്ചിട്ട് വഫാത്തായിട്ടുള്ളത്. ആ കട്ടിലിന് മാറ്റിങ്ങാണ്ട് അതിൻ്റെ ചോട്ട് തന്നെയാണ് മറവ് ചെയ്തത്. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറവ് ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാ ഇബ്നു ഉമറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ആയിഷ ബീവിയുടെ അടുക്കൽ ഒന്ന് പോകണം, അതിൻ്റെ അടുത്ത് എനിക്കൊരു സ്ഥലം തരുമെന്ന് ചോദിച്ചു നോക്കണം. പിന്നെ പോയി പറയുമ്പോ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ചോദിക്കാൻ. അമീറുൽ മോമിനീൻ ചോദിക്കാൻ പറഞ്ഞതാന്ന് പറയരുത്, ഉമർ ചോദിക്കാൻ പറഞ്ഞാന്ന് പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങളുടെ അമീറുൽ മോമിനീൻ അല്ലാതെ ആയിട്ടുണ്ട്, ഇനി എനിക്ക് ഭരിക്കാനൊന്നും കഴിയൂല, മരണം ഉറപ്പായിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ഭരിക്കൊന്നുമില്ല, അതുകൊണ്ട് അമീറുൽ മോമിനീൻ എന്ന് പറയണ്ട, ഉമർ ചോദിക്കാൻ പറഞ്ഞതാണെന്ന് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു ചോദിച്ചു. ആയിഷ ബീവി സമ്മതിച്ച വിവരം അറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്രേ അൽഹംദുലില്ലാ, എനിക്ക് ഈ ദുന്യാവിലുണ്ടായ ഏറ്റവും വലിയ ടെൻഷൻ നബിതങ്ങളെടുത്തൊരു ഖബറിന് സ്ഥലം കിട്ടൂലേ എന്നുള്ള ടെൻഷൻ മാത്രമായിരുന്നു, അത് തീർന്നതിൽ സന്തോഷമുണ്ട് പറഞ്ഞു എന്നാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനേക്കാൾ അപ്പുറത്താ പറഞ്ഞത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോ വഫാത്തിന് മുമ്പ് തൻ്റെ മക്കളെയും അനുയായികളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ചിട്ട് റൗള ഷരീഫിന്റെ അടുത്ത് കൊണ്ടച്ചിട്ട് നബിനോട് ചോദിക്കണം, അബൂബക്കറിനെ കൊടുത്തിട്ടുണ്ട് എന്താ കാട്ടേണ്ടത് എന്ന്. ആ ചോദിക്കാൻ പറഞ്ഞ ഒരു ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യത്തിനാണ് മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം. ആ ഖബറിന് എന്തെങ്കിലും ഒരു മറുപടി കിട്ടുന്നുള്ള ഉറപ്പില്ലേ, ആ ഉറപ്പിന്റെ പേരിന് ഇഷ്ട് എന്ന് പറയും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്തായി. ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ചിട്ട് സ്വഹാബത്ത് റൗള ഷരീഫിന്റെ അടുക്കൽ കൊണ്ടുപോയി വെച്ചിട്ട് ചോദിച്ചു, മറുപടി വന്നു, ഉദ്ഖുലിൽ ഹബീബ ഇലൽ ഹബീബ്, ഇഷ്ടനെ ഇഷ്ടനിലേക്ക് പ്രവേശിപ്പിച്ചു കൊള്ളുക. അങ്ങനെയാണ് മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ അവിടെ മറവ് ചെയ്യുന്നത്. എന്താ സ്വഹാബത്തിന്റെ പ്രത്യേകത? മുഹമ്മദ് നബിയോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഈമാൻ പറഞ്ഞത്. സ്വഹാബത്തിന്റെ അടുത്ത് വേറെ ആരും എത്തൂല. എന്തേ കാരണം? ഓലും മുത്തുനബിനെ നേരിട്ട് കണ്ടവരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ കാരണം. അതുകൊണ്ട് ഈമാൻ കൊണ്ട് വേറെ ആരും അടുത്ത് എത്തൂല. അതന്നെയാണ് കാരണം. അപ്പൊ ഒന്നാമത്തത് ഈമാന്റെ സംരക്ഷണമാണ്. അതിന് മുഹമ്മദ് നബി ഖൽബിൽ വലുതാവണം. എത്ര വലുതാവുന്നോ അത്രത്തോളം ഈമാൻ ഉണ്ടാവും. മുഹമ്മദ് നബി ഖൽബിൽ ചെറുതായി വന്നാൽ ആദ്യം ബിദ്അത്ത്,
പിന്നീട് അത് യുക്തിവാദമായി മാറും, മെല്ലെ നിരീശ്വരവാദത്തിലേക്ക് പോകും. മുഹമ്മദ് നബി ചെറുതായി ഇമാം പോകുന്ന 100% ഉറപ്പാണ്. അള്ളാഹുവിനെ എതിർത്ത് സംസാരിച്ചവൻ അവസാനം തൗബയിട്ടി ഈമാണ്ടായി ഷഹാദത്ത് കല്ലി മുസ്ലിമായി സ്വർഗത്ത് പോയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ബിൻ സുലൂൽ എന്ന് പറയുന്ന ഒരാള്, മദീനയിൽ മുനാഫിക്കുകളുടെ നേതാവ്. 5 വക്തിനും പള്ളിക്കുണ്ടാവും, യുദ്ധത്തിന് പോകുമ്പോ ഒക്കെ കൂടെ പോരും. അയാൾ മരിച്ചു. മറവ് ചെയ്യുന്ന സ്ഥലത്ത് നബി തങ്ങൾ ചെന്നു, ഖബറിലേക്ക് ഇറങ്ങി നിന്നു. മയ്യത്ത് തൊടമ്മക്ക് വാങ്ങിവെച്ച് തോളിലുണ്ടായിരുന്ന മുണ്ടെടുത്ത് പുതച്ചു കൊടുത്തിട്ട് അയാളെ മറവ് ചെയ്ത് മൂടുകല്ല് വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് മറങ്ങി വരുമ്പോ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഒരായത്ത് ഓതി കൊടുത്തു. ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ലൻ യഗ്ഫിറല്ലാഹു ലഹും. നബിയെ, അയാൾക്ക് പൊറുക്കണമെന്ന് നിങ്ങൾ 70 തവണ പറഞ്ഞാലും ഞാൻ അയാൾക്ക് പൊറുക്കൂല നബിയേ. ഈ ലോകത്ത് ആരെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബിയെ ഇൻസൾട്ട് ചെയ്തവൻ മാത്രമാണ് പരാജയപ്പെടുക. സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. രണ്ടാമത്തേത് വിജ്ഞാനത്തിന്റെ ഉയർച്ചയാണ്. രണ്ടാമത്തെ പുരോഗതി ഇൽമിന്റെ ഉയർച്ച. ഇൽമിൽ വെച്ച് ഏറ്റവും വലിയ ഇൽമ് മുഹമ്മദ് നബിനെ പറ്റിയുള്ള ഇൽമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവരത്തിൽ വെച്ച്, കാരണം എന്താ? കാരണം ലോകത്തെ ഏറ്റവും വലിയ ജാഹിൽ അബൂജാഹിലാണെന്നുള്ളതന്നെ കാരണം. ലോകത്തെ ഏറ്റവും വലിയ ജാഹിൽ അബൂജാഹിലാണല്ലോ റഹ്മത്തുള്ളാഹി അലൈഹി. ജഹല് 2 തരത്തിലുണ്ട് എന്നാണ്. ഒന്ന് ജഹല് മുറക്കബ് എന്ന് പറയും, മറ്റൊന്ന് ജഹല് ബസീത്ത് എന്ന് പറയും. രണ്ടും കൂടിയതാണ് അബൂജാഹിൽ എന്ന സാധനം. 2 ജഹലും കൂടിയിട്ടുള്ളതാണ്. അബൂജാഹിൽ പറഞ്ഞാല് ഒരു വിവരമില്ലാത്തോന് എന്നല്ല. അബൂജാഹിലിന് ഒരു വിവരമില്ല എന്നല്ല, ഒരു വിവരമില്ലാത്ത ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ എത്തുന്നുണ്ട് നമ്മളെ സദസ്സിലേക്ക്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, സിഹത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇരുലോക വിജയികളിൽ ചേർത്ത് അള്ളാഹു അവരെയും നമ്മളെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അറിവാണ് അറിവിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്നൊരാശയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ സാധാരണ എപ്പോഴും ദുആ ചെയ്യും, പഠിച്ചവനെ നാഫിയ ഇൽമ നൽകണേ എന്ന്. സത്യത്തിൽ നാഫിയ ഇൽമ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലാറായ ഇൽമ് എന്നാണ്. നാഫിയ ഇൽമ് എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ള ഇൽമ് എന്നാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉപദ്രവമുള്ള ഇൽമ് എന്നാണ്. നാഫി എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ളത്, അതിൻ്റെ ഓപ്പോസിറ്റ് ലാറ് ഉപദ്രവമുള്ളത്. ഉപകാരമുള്ള ഇൽമ് തരണേന്ന് നമ്മളെപ്പോഴും ദ്വാരക്കും. പക്ഷേ ഇൽമ് 2 എണ്ണം ഇല്ല എന്നാണ്. ഇൽമ ഒന്നേ ഉള്ളൂ, ആളാണ് 2 എണ്ണം. ഉപകാരമുള്ള മനുഷ്യൻ പഠിക്കുന്ന ഏത് വിവരവും ഉപകാരമുള്ളതും, ഉപദ്രവമുള്ള മനുഷ്യൻ ഏത് വിവരം പഠിച്ചാലും ഉപദ്രവമായിരിക്കും എന്നാണ്. ചേകനൂർ മൗലവി എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. 30 ജുസുവും കാണാതെ പഠിച്ച ഹാഫിളാണ്. പഠിച്ചത് ഖുർആനായിരുന്നു, ഉപദ്രവമായി. എന്താ കാരണം? ആള് ചേകനൂരായതാണ് കാരണം. അപ്പോൾ ആള് ഉപദ്രവമുള്ള ആളാണെങ്കിൽ അവൻ പഠിക്കുന്ന ഏത് വിവരവും ഉപദ്രവമുള്ള ഇൽമാണാകുക. മനുഷ്യൻ ഉപകാരമുള്ളവനാണെങ്കിൽ, ഇസ്ലാം വിരോധിക്കപ്പെട്ടതും സബുൽ മുബിഖാത്ത് എന്ന് പറയുന്ന 7 വൻപാപങ്ങളിൽപ്പെട്ട ഒന്നുമാണ് സിഹിർ പണി, മാരണവിദ്യ എന്ന് പറയുന്നത്. അത് നന്നായി പഠിച്ച ആളായിരുന്നു ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു. ഉപകാരമുള്ളതാ ഉപദ്രവമുള്ളതാന്ന് ചോദിച്ചാൽ ഉപകാരമുള്ള ഇൽമാണ്. എന്തുകൊണ്ട്? പഠിച്ചത് ഗസാലി ഇമാം ആയതിനാൽ എന്നതാണ് കാരണം. അപ്പൊ ഏത് വിവരവും പഠിക്കുന്നവൻ ഉപകാരമുള്ളവനാണെങ്കിൽ അത് ഉപകാരമുള്ള ഇൽമും, പഠിക്കുന്നവൻ ഉപദ്രവമുള്ളവനാണെങ്കിൽ അത് ഉപദ്രവമുള്ള ഇൽമുമായിട്ട് മാറും. വിവരം ഉണ്ടായത് കൊണ്ടായില്ല എന്നാണ്, വിവരത്തിന്റെ പരിപാലനം ഉണ്ടായിരിക്കുന്നതിനാണ് നാഫിയ ഇൽമ് എന്ന് പറയുക.
വിവരം പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതികമായി ഒരാളുടെ തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലവും ഉയരുന്നതിനാണ് വിവരത്തിൻ്റെ പരിപാലനം എന്ന് പറയുന്നത്. ഞാൻ എന്നിട്ട് നാടൻ ഉദാഹരണം പറഞ്ഞാൽ അത് വേഗം മനസ്സിലാവും. നമ്മൾ പഴയ ആൾക്കാരൊക്കെ നോക്കിയാൽ വല്ലാതെ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. 3-ാം ക്ലാസ് വരെ മദ്രസയിലും പോയി, 3-ാം ക്ലാസ് സ്കൂളിലും പോയി, പിന്നെ കന്നൂട്ടാനും അറിയാം, പിന്നെ തെങ്ങമ്മ കയറാനറിയാം, അടക്ക പറിക്കാനറിയും, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വിവരങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ദിവസം കന്നൂട്ടൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ 3-ാം ക്ലാസ്സിലെ വല്ലിപ്പ ഇങ്ങനെ വരുമ്പോൾ വല്ലിപ്പാട് ചോദിച്ചു, വല്ലിപ്പ അള്ളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താന്ന് ചോദിച്ചാൽ മുടുങ്കോലും പടി തല മാറി പിടിച്ചിട്ട് ശേഷം അടുത്തേക്ക് വനക്കി അപ്പം കാണിച്ചു തരാമെന്ന് പറയുന്നുള്ളതാണ്. ഈമാൻ പോവില്ല. എന്താ പോകാതിരിക്കാൻ കാരണം? ഭൗതികമായ വിവരവും ആത്മീയമായ വിവരവും ഒരേ അളവിലാണ് എന്നുള്ളതാണ് കാരണം. ഇന്ന് വിവരമുള്ള ആൾക്കാരെ ഈമാൻ പോണതിൻ്റെ കാരണം മടക്കനമ്മ ചവിട്ടിയമാതിരി ഒരു ഭാഗം മാത്രം പൊന്തിയിട്ടാണ് എന്നുള്ളതാണ്. നമ്മളെ മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത് 5-ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ അവസാനിച്ചു. കുറച്ചും കൂടിയും കുട്ടികൾക്ക് 7-ാം ക്ലാസ്സിലേൽ അവസാനിച്ചു, ബാക്കി 10-ാം ക്ലാസ്സിൽ അവസാനിച്ചു എന്നുള്ളതാണ്. ഭൗതികം അവിടെ അവസാനിച്ചില്ല. ഭൗതികം പഠിക്കേണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. ഭൗതികമായ വിദ്യാഭ്യാസം നല്ലോണം പഠിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ജോലികളിൽ ഏറ്റവും സുരക്ഷിതമായ ജോലി ഗവൺമെൻറ് ജോലിയാണ് എന്ന അഭിപ്രായക്കാരനുമാണ് ഞാൻ. പക്ഷെ എന്താ ഉള്ളത്? ഭൗതിക തലം പുരോഗതി പ്രാപിക്കുന്നതിനനുസരിച്ച് ആത്മീയ തലം പുരോഗതി പ്രാപിച്ചില്ലെങ്കിൽ സംശയങ്ങൾ ബാക്കിയാവുകയും ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാവുകയും ചെയ്യും. നിരീശ്വരവാദിയായ ആൾക്കാരൊക്കെ പരിശോധിച്ചൊക്കെ വലിയ വലിയ വിവരമുള്ള ആൾക്കാരാണ്. യുക്തിവാദിയായ ആൾക്കാരൊക്കെ PhD ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാർ. ലിബറലിസ്റ്റുകളൊക്കെ വലിയ വലിയ സൈക്കോളജിയിൽ MSc ക്ലിനിക്കൽ സൈക്കോളജി റെഗുലറായിട്ട് ചെയ്ത ആൾക്കാരൊക്കെയാണ് നിരീശ്വരവാദി, യുക്തിവാദി, ലിബറലിസ്റ്റും ഒക്കെ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഭൗതിക തലം ഉയരുകയും അതിനനുസരിച്ച് ആത്മീയ തലം ഉയരാതിരിക്കുകയും ചെയ്തു എന്നതാണ് കാരണം. അതുകൊണ്ട് ഭൗതികം എത്ര പഠിച്ചാലും കുഴപ്പമില്ല. ഭൗതികം പഠിക്കുന്നതിനനുസരിച്ച് സംശയം കൂടിക്കൊണ്ടിരിക്കും. ഭൗതികം പഠിക്കുന്നതിനനുസരിച്ച് സംശയം കൂടിക്കൊണ്ടേയിരിക്കും. ആ സംശയത്തിന് യഥാസമയം മറുപടി ഇട്ടാതിരുന്നാൽ ഈമാനിനാണ് പരാജയം സംഭവിക്കുക. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ഈമാൻ മഹല്ലത്തുകാർ, നമ്മൾ മഹല്ല് ശാക്തീകരണമാണ്, മഹല്ലത്തുകാരുടെ ഈമാൻ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മഹല്ലിലെ ആളുകൾക്ക് ഭൗതികമായ തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയർത്തണം. നമ്മുടെ ഈ മഹല്ലിൽ വിദ്യാഭ്യാസ സമിതി ഉണ്ട് എന്നറിഞ്ഞു, വളരെ നല്ല കാര്യമാണ്. 10 കൊല്ലത്തിനിടയിൽ 10 കൊല്ലം കഴിയുന്നതിനിടയിൽ മഹല്ലിലെ എല്ലാ വീട്ടിലും ഒരാൾക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടാവാൻ വേണ്ടി പരിശ്രമിക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 10 കൊല്ലം കഴിയുന്നതിനിടക്ക് മഹല്ലിലെ എല്ലാ പേരയിലും ഒരാൾക്കെങ്കിലും ഗവൺമെന്റ് ജോലി ഉണ്ടാവാൻ വേണ്ടിയുള്ള പരിശ്രമം. പക്ഷെ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഭൗതികമായ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ മതപരമായ വിവരം അടിയിൽപ്പെടാതിരിക്കാൻ പ്ലാൻ ചെയ്ത പരിപാടി നടത്തണം. എന്താ പ്ലാൻ ചെയ്ത പരിപാടി? ഒഴിവ് ദിവസങ്ങളിലേക്ക് ബക്കറ്റായിട്ട് സംഘാടകർ വരുന്നുണ്ട്. പന്തലും മൈക്കിയും സൗകര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അതിന് നല്ല ചെലവുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കാര്യമായി സഹായിക്കണം. പിന്നെ നമ്മൾ എല്ലാ പരിപാടിയും സാധാരണഗതിയിൽ അതുകൊണ്ടൊക്കെയുള്ള നടന്നു പോകല്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കാര്യമായിട്ട് സംഘാടകർ വരുന്ന സമയത്ത് ബക്കറ്റിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. നല്ല നോട്ടന്നെ ഇട്ടുകൊടുത്തിട്ട് അവർ നിരാശപ്പെടുത്താതെ എല്ലാ കാര്യങ്ങളും നടന്നു പോകാൻ ആവശ്യമായ സഹായങ്ങൾ സഹകരണങ്ങൾ ചെയ്യണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. സ്ത്രീകളുടെ ഭാഗത്ത് അവിടെ സ്ത്രീകൾ പിരിക്കുന്നുണ്ട്. അതിലെല്ലാവരും കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുക്കണം. ആ കൊടുന്ന 10 റുപ്യയിൽ ഒതുങ്ങാതെ പേഴ്സ് തുറന്നിട്ട് ബാഗ് തുറന്നിട്ട് അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വലിയ നോട്ടൊക്കെ എടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ട് വളരെ ഉഷാറാക്കണം പരിപാടി ഇൻഷാ അല്ലാഹ്. അപ്പം അതുകൊണ്ട് ബക്കറ്റ് പിരിവ് നടന്നോട്ടെ, എല്ലാവരും കാര്യമായിട്ട് സഹായിക്കുക. അതിൻ്റെ കൂടെ വയത് കേൾക്കുകയും ചെയ്യാം. മുഅ്മിനീങ്ങളെ, അപ്പൊ രണ്ടാമത്തത് ഇൽമിന്റെ പരിപാലനമാണ് പ്രധാനമർഹിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇൽമ് പരിപാലിക്കപ്പെടണമെങ്കിൽ ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയരണം. അതിനെന്ത് വേണം? മഹല്ലിലെ വിദ്യാഭ്യാസ സമിതി പേരെന്താണെന്ന് അറിയില്ല, എന്തായാലും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ അവിടെ ഉണ്ട് എന്നറിഞ്ഞു. കുട്ടികൾക്ക് 10 വർഷത്തിനിടയിൽ ഒരു ഗവൺമെന്റ് ജോലിയുള്ള ഒരാൾ ഒരു വീട്ടിലുണ്ടാവുക എന്നുള്ള നിലയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുകയും അതിനൊപ്പം
ഭൗതിക പഠനം നടക്കുന്ന കുട്ടികൾക്ക് മതപഠനം നൽകുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. എന്താ ചെയ്യാൻ പറ്റുക? വെക്കേഷൻ ദിവസങ്ങൾ, ഞായറാഴ്ചകൾ, ശനിയാഴ്ചകൾ, ഓണം വെക്കേഷൻ, ക്രിസ്തുമസ് വെക്കേഷൻ, ഇങ്ങനെയുള്ള വെക്കേഷനുകളിൽ ഭൗതിക രംഗത്ത് പഠിക്കുന്ന ആളുകളുടെ, കുട്ടികളുടെ, പ്രായമായവരുടെ പ്രത്യേകമായ ക്യാമ്പുകൾ വിളിച്ചു ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ആൺകുട്ടികൾക്ക് വേറെ പെൺകുട്ടികൾക്ക് വേറെ ഏജ് തിരിച്ച് വിളിക്കണം. 13 വയസ്സ് മുതൽ വിവാഹം വരെയുള്ളതാണ് ഏറ്റവും നല്ല ഏജ്. 13 വയസ്സ് മുതൽ വിവാഹം വരെയുള്ള ആൺകുട്ടികൾക്ക് വേറെയും പെൺകുട്ടികൾക്ക് വേറെയുമായി 1 ഡേ അല്ലെങ്കിൽ 2 ഡേ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് കഴിവുള്ള ആളുകളെ കൊണ്ടുവന്ന് ഈമാൻ റീചാർജ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് ഭൗതിക രംഗം നമ്മൾ പഠിക്കണം എന്ന് പറയുമ്പോഴും ചില പുസ്തകങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ലിബറലിസ്റ്റ് ആകുക എന്നുള്ളത്, യുക്തിവാദിയാകുക എന്നുള്ളത് ഉറപ്പാണ്. ഉദാഹരണം പറയാം, നമ്മള് സൈക്കോളജിയുടെ പിതാവ് ആയി അറിയപ്പെടുന്ന ആള് നേരത്തെ ജൂതനും പിന്നീട് ജൂതമതത്തിൽ നിന്ന് വിട്ട് അദ്ദേഹം യുക്തിവാദിയുമായ ആളാണ്. സ്വാഭാവികമായും അദ്ദേഹം ഡിസൈൻ ചെയ്ത സാധനം പഠിച്ചാൽ ആ റൂട്ടിലാണ് പോവുക. പക്ഷെ അത് പഠിക്കാതെ നമുക്ക് കുട്ടികൾക്ക് ഡിഗ്രി വാങ്ങാൻ പറ്റൂല. അപ്പൊ അതവിടെ പഠിച്ചോട്ടെ. അതിൻ്റെ ഒപ്പം അതിന്റെ ഇസ്ലാമികമായ ഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മതപരമായ ക്ലാസ് അതിൻ്റെ ഒപ്പം കൊടുക്കണം. ഇന്നത്തെ കാലത്ത് പഠിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് പഠിക്കാതിരുന്നതാണെന്ന് ഒരിക്കലും പറയാൻ കഴിയൂല. മൊബൈൽ ഫോൺ കയ്യിലുള്ള എല്ലാവർക്കും പഠിക്കാൻ ഇന്നത്തെ കാലത്ത് സൗകര്യമുണ്ട്. ഇന്ന് പഠിക്കാൻ ഏറ്റവും സൗകര്യമുള്ളതാണ് മൊബൈൽ കയ്യിലുള്ളവർക്കൊക്കെ പഠിക്കാൻ സൗകര്യമുണ്ട്. അതുകൊണ്ട് മൊബൈൽ ഇല്ലാത്ത ആരും ഇല്ലല്ലോ. അപ്പൊ ആ സ്ഥിതിക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട് പഠിക്കാതിരുന്നതെന്നൊന്നും പറയാൻ കഴിയൂല. ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് സംശയങ്ങൾ ബാക്കിയാവും. മദ്രസയിൽ പോണതിന് കുഴപ്പമുണ്ടാവില്ല. 10ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ഉണ്ടാകാവുന്ന സംശയങ്ങൾ ദൂരീകരിക്കുന്ന തരത്തിലാണ് 10ാം ക്ലാസ്സിലെ മദ്രസ ബുക്ക് ഉള്ളത്. 12ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്ന തരത്തിലാണ് 12ാം ക്ലാസ്സിലെ മദ്രസ ബുക്ക് ഉള്ളത്. പക്ഷെ നമ്മൾ 5ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് റബീഉൽ അവ്വൽ 12-ന് സ്റ്റേജുമ്മ കയറി വാങ്ങിയാണ്ട് പഠനം അവസാനിപ്പിച്ചതാണ് പ്രശ്നം. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? പരമാവധി നാട്ടിൽ എത്ര വരെ മദ്രസ ഉണ്ടോ അത്രയും പഠിപ്പിക്കുക. അതിന്റെ പുറമെ പഠിക്കാത്തവർക്കും പഠിപ്പിക്കാത്തവർക്കും വേണ്ടി വെക്കേഷൻ സമയങ്ങളിൽ പ്രത്യേകമായ ക്ലാസ്സുകൾ നടത്തിയിട്ട് വേണമെങ്കിൽ പഠിച്ചോട്ടെ എന്ന് തീരുമാനിക്കരുത്. അതിനൊന്നും കമ്മിറ്റി എന്ന് അറിയില്ല. ഓൽക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതിയല്ലോ എന്ന് തീരുമാനിക്കാം. പിന്നെ എന്തിനാ കമ്മിറ്റി? അതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റില്ല. ഓലെ പഠിപ്പിച്ചേ ഞങ്ങൾ അടങ്ങുള്ളൂ എന്ന് തീരുമാനിക്കാനാണ് യഥാർത്ഥത്തിൽ കമ്മിറ്റി വേണ്ടത്. 3ാമത്തെ കാര്യം സ്വഭാവത്തിന്റെ പരിപാലനമാണ്, അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ പുരോഗതിയാണ്. സ്വഭാവവുമായി ബന്ധപ്പെട്ട പുരോഗതി എത്രയുണ്ട് അതിനെയാണ് ഒരു മഹലിന്റെ പുരോഗതിയായി കണക്കാക്കുന്നത്. സ്വഭാവം പുരോഗതി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ നമ്മുടെ സ്വഭാവത്തിൽ കൊണ്ടുവരലാണ്. അതാണ് സ്വഭാവത്തിന്റെ പുരോഗതി എന്നത്. ഇനിയൊന്നുള്ളത് സമ്പത്തിന്റെ പുരോഗതിയാണ്. സമ്പത്ത് പുരോഗതി ഉണ്ടാവാൻ ആകെ ഒരു കാര്യം ചെയ്താൽ മതി എന്നാണ്. ഏത് നാട്ടിലും ആ നാട്ടിലെ ആളുകൾക്ക് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവാൻ ഒരു കാര്യം ചെയ്താൽ മതിയാകുമെന്നാണ്. ദാനം ശീലമാക്കിയാൽ സമ്പത്തിന് പുരോഗതി ഉണ്ടാവുന്നതാണ്. ദാനം കൊടുക്കാൻ പൈസ വേണം. ദാനശീലത്തിന് പൈസ വേണ്ട, മനസ്സുണ്ടായാൽ മതി എന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ഇസ്ലാമിക ലോകത്തെ ഏറ്റവും കൂടുതൽ ദാനം കൊടുത്ത ആള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകാൻ വേണ്ടി വാദറിയുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാ എന്നാ പറഞ്ഞത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 100 ഒട്ടകം അവൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും കൊടുക്കാൻ മാത്രം പൈസ ഉണ്ടാവാന് മൂപ്പര വാപ്പാക്ക് പുതിയ ഹൈവേന്റെ വക്കത്ത് സ്ഥലം ഉണ്ടായിരുന്നതുകൊണ്ടല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന മുഹാജിറാണ്, അൻസാരിയല്ല, മക്കാരനല്ല, മദീനക്കാരനല്ല. മക്കത്തുനിന്ന് ഉള്ള മുതല് മുഴുവൻ മക്കത്ത് ഇട്ടിട്ട് 2 കൈയും വീശിയിട്ട് മദീനത്തേക്ക് വന്ന ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പിന്നെ എന്തുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ സ്വതക്ക കൊടുക്കാൻ മാത്രം ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് 2 ഉത്തരമുണ്ട്. ഒരു ഉത്തരം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അഫ്ഫാൻ എന്ന് പറയുന്ന ആള് വലിയ ധർമ്മിഷ്ഠനായിരുന്നു എന്നുള്ളതാണ്. 2ാമത്തെ ഉത്തരം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കാനുള്ള മനസ്സുണ്ടായതിനാൽ കൊടുക്കാനുള്ള പൈസ ഉണ്ടായി എന്നുള്ളതാണ്. കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ കൊടുക്കാനുള്ള പൈസ ഉണ്ടാവും.
അതിനൊന്നും ഇപ്പോൾ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചാൽ പൈസ ഉണ്ടാവില്ല എന്നാ. കൊടുക്കാനായിട്ട് കുറച്ച് പൈസ ആകാശത്ത് നിന്ന് നൂലുമണ്ട് ഇറങ്ങി വരുമൊന്നുമില്ല. തീരുമാനം വന്നാൽ കൊടുക്കാനുള്ള പൈസ ഉണ്ടാകുക ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ദാനം ശീലമാക്കിയവർക്കാണ് സമ്പത്തിൽ വർധനവ് ഉണ്ടാകുക എന്ന് ഖിദർ നബി അലൈഹി ഇസ്ലാമും മൂസ നബി അലൈഹി ഇസ്ലാമും കൂടി യാത്ര ചെയ്തിട്ട് ഖിദർ നബി അലൈഹി ഇസ്ലാം മതിൽ നന്നാക്കി കൊടുത്തതിനെ മൂസ നബി അലൈഹി ഇസ്ലാം ചോദ്യം ചെയ്തപ്പോ ഖിദർ നബിനോട് മൂസാ നബിയോട് ഖിദർ നബി പറയുന്നുണ്ട്, ഈ മതിൽ സാധാരണ മതിലല്ല, ഈ മതിൽ അങ്ങാടിയിൽ താമസിക്കുന്ന 2 യതീം കുട്ടികളുടെ മതിലാണ്. അതിന്റെ താഴെ അവരുടെ സമ്പത്തുണ്ട്. വക്കാന അബൂഹുമാ സ്വാലിഹ, ഓല വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയുന്നതായിട്ട് കാണും. ആ നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ 7ാമത്തെ വല്ലിപ്പ കൈയഴിഞ്ഞ് സ്വതക്ക് കൊടുത്തിരുന്ന ആളായിരുന്നു എന്നതാണത്രേ ഖിദർ നബി അലൈഹി ഇസ്ലാം ആ മതിൽ നന്നാക്കി കൊടുക്കാൻ കാരണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു ആശയം എന്താ വെച്ചാല്, പള്ളിക്ക് എല്ലാ വെള്ളിയാഴ്ചയും പിരിവാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പിരിവാണ്. ചിലര് തരും, ചിലര് തരൂല. തരുന്നവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും, തരാത്തോ കീപ്പട്ട് പോയിക്കൊണ്ടിരിക്കും. മുഅ്മിനും മുസ്ലിമുമായ ആൾക്ക് ഹലാലും തൊയ്യിബുമായ മാർഗത്തിൽ സമ്പത്തുണ്ടാകാനുള്ള എളുപ്പവഴി ദാനം കൊടുക്കുക, സ്വതക്ക കൊടുക്കുക എന്നതാണ്. ഇത് മക്കളെയും പഠിപ്പിക്കണം, ദാനശീലം മക്കളെയും പഠിപ്പിക്കണമെന്നാണ്. എങ്കിൽ സമ്പത്ത് സംരക്ഷിക്കപ്പെടും. ഏത് നാട്ടിൽ പിരിവ് വിജയിക്കുന്നുണ്ടോ ആ നാട്ടിൽ എല്ലാവരും പൈസക്കാരായിരിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു നാട്ടിൽ പിരിവ് വിജയിക്കുന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ ആളുകൾ സമ്പന്നന്മാരായി മാറും. കാരണം സമ്പത്തിന്റെ പരിപാലനം എന്ന് പറയുന്നത് ദാനശീലത്തിൽ അടിസ്ഥാനപ്പെട്ട് കിടക്കുകയാണ്. ഇനിയുള്ളത് ബുദ്ധിയുടെ സംരക്ഷണമാണ്. ബുദ്ധി സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പറയുമ്പോൾ ലഹരിയുടെ ഉപയോഗത്തെ ഇല്ലാതെയാക്കാൻ കഴിഞ്ഞാൽ ബുദ്ധിയുടെ സംരക്ഷണം ഉണ്ടാവും. ലഹരിയുടെ ഉപയോഗം ഇല്ലാതാക്കാൻ പ്രത്യേകിച്ച് വ്യക്തിപരമായും ഇല്ലാതാക്കണം, കുടുംബപരമായും ഇല്ലാതെയാക്കണം, സാമൂഹികമായും ലഹരിയുടെ ഉപയോഗം ഇല്ലാതാക്കണം. വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും ലഹരിയുടെ ഉപയോഗം ഇല്ലാതാവണമെങ്കിൽ മാതാപിതാക്കൾ നല്ലോണം സൂക്ഷിക്കണം. എന്താ സൂക്ഷിക്കേണ്ടത്? അടയാളങ്ങൾ ഉണ്ടാകും ലഹരിക്ക്. മക്കളിൽ ബന്ധപ്പെട്ടവരിൽ ലഹരിയുടെ അടയാളങ്ങൾ കാണാനുണ്ടോ എന്ന് നോക്കണം. ലഹരി ഉപയോഗിച്ചാൽ അടയാളം ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം, നമ്മളെ മക്കള്, അഞ്ചന്മാര്, വേണ്ടപ്പെട്ടവര് ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം അടുത്ത കുടുംബത്തോട് അമിതമായ ദേഷ്യവും അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യവും ഉണ്ടായിരിക്കും എന്നതാണ്. ഇമ്മാനെയും പെങ്ങന്മാരെയും കണ്ണിന്റെ നേരെ കണ്ടൂടാ, എന്നാല് എളാമാന്റെ മകളെ കെട്ടിച്ചോടത്തേക്ക് ഇടക്കിടക്ക് പോകും. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യവും അടുത്ത കുടുംബത്തോട് അമിതമായ ദേഷ്യവും കാണിക്കുന്നുണ്ടെങ്കിൽ അത് ലഹരി ഉപയോഗിക്കുന്നു എന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. എന്നതുപോലെ മറ്റൊരു അടയാളമാണ് ഈ പാൻസ് അല്ലെങ്കിൽ ട്രൗസറൊക്കെ തിരുമ്പാൻ വേണ്ടി കഴിച്ചിരുന്ന സമയത്ത് പോക്കറ്റ് വാസനിച്ചു നോക്കിയാൽ ചന്ദനത്തിരി പോലെയുള്ളതിൻ്റെ വാസന വരുന്നുണ്ടെങ്കിൽ അത് ലഹരി ഉപയോഗിച്ചു എന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. 20 രൂപ, 30 രൂപ, 50 രൂപ പോലത്തെ ചെറിയ ചെറിയ പൈസ വരെയെന്ന് ഇടക്കിടക്ക് കാണാതാകുന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒരാൾ ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. രാവിലെ റൂം അടിച്ചു വാരുന്ന സമയത്ത് പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളം റൂമിൽ കാണുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈല്, ലാപ്ടോപ്പ്, സൈക്കിൾ പോലത്തെ വസ്തുക്കൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ലഹരി ഉപയോഗത്തിൻ്റെ അടയാളമാണ്. മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ട് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. ഇനി ഒരുപാട് അടയാളങ്ങൾ ഇങ്ങനെയുണ്ട്. ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക, കണ്ണിന്റെ ചുറ്റുഭാഗത്തും നിറവ്യത്യാസം കാണുക, ഇങ്ങനെയുള്ള അടയാളങ്ങൾ കാണുകയാണെങ്കിൽ ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം. ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മദ്യം മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് ഡി അഡിക്ഷൻ സെന്റർ എന്നാണ്.
എല്ലാ പഞ്ചായത്തിലും ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. നമ്മളെ തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെന്റർ എവിടെയാണെന്ന് അന്വേഷിച്ച് അവിടെ കൊണ്ടുപോയി മരുന്ന് കൊടുത്ത് ചികിത്സിച്ച് മാറ്റുക എന്നതിനെയാണ് ശാസ്ത്രീയമായ ചികിത്സ എന്ന് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അസുഖം മടങ്ങി വരുന്ന അസുഖമാണ്. ചില കാര്യങ്ങൾ അങ്ങനെ, ഇത് ശൈത്താനിയാണ്. പരിശുദ്ധ ഖുർആൻ നസ്സായി പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ലഹരി ഉപയോഗം എന്നത് ശൈത്താനിയായ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇത് മടങ്ങി വരുന്ന അസുഖമാണ്. മാറും, പക്ഷെ മടങ്ങി വരും. മടങ്ങി വരാതിരിക്കണമെങ്കിൽ ഒന്ന്, എവിടുന്നാണോ ഈ അടങ്ങേറ് പിടികൂടിയത് ആ സ്ഥലത്തേക്ക് പറഞ്ഞയക്കാതിരിക്കണം. രണ്ടാമത്തേത്, അമിതമായ പണം കുട്ടികളുടെ കയ്യിൽ വരുന്നതിനെ നിയന്ത്രിക്കണം. മൂന്നാമത്തെ കാര്യം, എൻഗേജ് ആയിരിക്കണം ഫുൾ ടൈം. ഒഴിവ് സമയം ഉണ്ടാവാൻ പാടില്ല. ഈ 3 കാര്യങ്ങൾ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ മടങ്ങി വരാതിരിക്കുകയുള്ളൂ. അതും കൂടി അതിൻ്റെ കൂടെ ചെയ്തിട്ട് ലഹരിയുടെ ഉപയോഗത്തെ തൊട്ട് നാടിനെയും നാട്ടുകാരെയും കുടുംബത്തെയും വ്യക്തിപരമായും സാമൂഹികമായും സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ബുദ്ധിയുടെ വികാസമുണ്ടാകും. ബുദ്ധിയെ തളർത്തുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, പ്രായം കൂടുതലുണ്ടാവുമ്പോൾ ബുദ്ധിശക്തി കുറഞ്ഞു വരും. മറ്റൊന്ന്, ലഹരിയുടെ ഉപയോഗം കൊണ്ടാണ്. പ്രായം കൂടുന്നതിന് പിന്നെ വൈദ്യൊന്നുമില്ലല്ലോ. ലഹരിയുടെ ഉപയോഗത്തെ നിയന്ത്രിക്കാൻ ധാരാളം വഴികളുണ്ട്. അതുകൊണ്ട് ആ വഴിയെ എല്ലാവരും സൂക്ഷിക്കേണ്ടതാണ് എന്നതാണ് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ എൻ്റെ ഇടയിൽ പറഞ്ഞുപോയ ഒരു കാര്യമാണ് സ്വഭാവത്തെക്കുറിച്ച്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞാൽ അത് ഒരു മഹലിന്റെ ഏറ്റവും വലിയ പുരോഗതിയാവും. ഒരു മഹലിന്റെ ആൾക്കാര് പുരോഗതി ഉള്ളവരാണ് എന്ന് പറയുക അവരുടെ സ്വഭാവത്തിന് പുരോഗതി ഉണ്ടാവുമ്പോഴാണ്. സ്വഭാവത്തെ എങ്ങനെ പുരോഗതി ഉണ്ടാക്കാൻ കഴിയും എന്നതിന്റെ ഉത്തരം, ദേഷ്യം വരാത്ത സ്വഭാവം ഒരാൾക്കുണ്ടായാൽ അതിനെയാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഒരിക്കൽ മലമ്പ്രദേശത്ത് ആടുകളെ മേച്ചുകൊണ്ട് താമസിക്കുന്ന ഒരു സഹാബി വന്നു. കുറെ സമയം സദസ്സിൽ ഇരുന്നതിന് ശേഷം പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അദ്ദേഹം നബിയോട് ഇസ്ലാം ദീൻ എന്താണെന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ഇസ്ലാം ദീൻ എന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് സൽസ്വഭാവമാണെന്ന് പറഞ്ഞു. അയാൾ പോകുമ്പോൾ നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, സൽസ്വഭാവം എന്നാൽ എന്താണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അള്ളാഹുവിനും അവന്റെ റസൂലിനും അറിയാമെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഗ്ലബ് അഹദ, നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കുന്നതിനാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ദേഷ്യമില്ലാത്ത ആൾക്കാരുണ്ടാവലാണ്, ദേഷ്യപ്പെടാത്ത ആളുകൾ ഉണ്ടാവലാണ്. നമ്മളൊന്ന് പൊതുവേ ഉള്ളൊരു പ്രശ്നം എന്താന്ന് പരിശോധിച്ചാൽ മൂക്കത്ത് ഈച്ച എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു പരിപാടി. പാരമ്പര്യത്തിന്റെ പേരിൽ ദേഷ്യം പഠിപ്പിക്കുന്നവർ വരെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങാടിന്ന് വർത്താനം ഉണ്ടായി, അങ്ങാടിന്ന് രാഷ്ട്രീയം പറഞ്ഞുങ്ങാണ്ട് വർത്താനം ഉണ്ടായി. മകൻ പേരേക്ക് വന്നപ്പോ വാപ്പ ചോദിച്ചു, എന്താടാ ചെറുക്ക അങ്ങാടിന്നൊരു വർത്താനം? അത് ആൾക്കാർ തമ്മിൽ വർത്താനം പറഞ്ഞുകൊണ്ട് ഇജ്ജെന്തേ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ മോൻ പറഞ്ഞു, ഞാൻ ഒന്നും പറയാതാണ്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോ വാപ്പ പറയാണ്, പോയിട്ട് 2 വർത്താനം പറഞ്ഞുകൊണ്ട് വാടാ, നമ്മൾ പാരമ്പര്യമായിട്ട് വർത്താനം പറയാതെ എവിടുന്നേലും പോന്നിട്ടുണ്ടോന്ന്. പാരമ്പര്യത്തിന്റെ പേരിൽ ദേഷ്യം പഠിപ്പിക്കുന്നവർ വരെയുള്ള കാലത്താണ് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ഈറ പിടിച്ചാതിരിക്കലാണെന്നുള്ള വയത് സാലിം ബൈസിക്ക് പറയാൻ അവസരം ഉണ്ടായത് എന്നുള്ളതാണ് ഒരു സംഗതി. അതുകൊണ്ട് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ഈറ പിടിച്ചായിരിക്കലാണ്. സാധാരണ നമ്മൾ പറയലുണ്ട്, അയൽപക്കത്തെ കുട്ടിയോടുള്ള സ്വഭാവം അവനാന്റെ കുട്ടിയോട് കാണിക്കാൻ ഒരാൾക്ക് കഴിയുന്നുവെങ്കിൽ സൽസ്വഭാവിയാണ്. അയൽപക്കത്തെ സ്ത്രീയോട് കാണിക്കുന്ന സ്വഭാവം അവനാന്റെ ഭാര്യയോട് കാണിക്കാൻ കഴിയുന്നുവെങ്കിൽ സൽസ്വഭാവിയാണ്. തെങ്ങമ്മ കയറാൻ വേണ്ടി വരുന്ന ആളോട് കാണിക്കുന്ന സ്വഭാവം അവനാന്റെ പുതിയാപ്പനോട് കാണിക്കാൻ കഴിയുന്നുവെങ്കിൽ സൽസ്വഭാവിയാണ്. മറ്റുള്ളവരോട് കോഴിക്കോട് പോയാൽ കാണിക്കുന്ന സ്വഭാവത്തെ അച്ചിപ്പുറയിൽ കാണിക്കാൻ കഴിയുമെങ്കിൽ സൽസ്വഭാവിയാണ്. കോഴിക്കോട്ട് അങ്ങാടി ചെന്നാൽ നമ്മളൊക്കെ സൽസ്വഭാവം തന്നെ കാര്യം, നമുക്ക് ആർക്ക് ഈറൊടിച്ചൊന്നുമില്ല. അച്ചിപ്പുറ എന്നിട്ടാണ് ഈറൊടിച്ചത്, പെരേക്ക് വന്നാലാണ് ഈറൊടിച്ചത്. ദൂരെ നമ്മൾ കാണിക്കുന്ന സ്വഭാവം അടുത്ത് കാണിക്കാൻ കഴിയണം, അപ്പോഴാണ് സൽസ്വഭാവിയാകാം. അതായത് ഇത് ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളെ പെരയിൽ പായസം ഉണ്ടാക്കിയപ്പോൾ അടുത്ത പെരയിൽ ഇളയമാന്റെ കുട്ടി വന്നു. പൊട്ടണ ഗ്ലാസ്സിൽ ഒരു കുപ്പി പായസം കൊടുത്തു, ഒരു ഗ്ലാസ് പായസം കൊടുത്തു. പായസം കുടിക്കണതിന്റെ ഇടയിൽ ഗ്ലാസ് വീണ് പൊട്ടി. നമ്മൾ പറയും സാരമില്ലാറ്, കാരണം ഇളയമാന്റെ കുട്ടിയാണ്, അയൽവക്കത്തുള്ള കുട്ടിയാണ്. പിറ്റേന്ന് നമ്മൾ പായസം ഉണ്ടാക്കി, ആ പായസം കുടിച്ചപ്പോൾ ഗ്ലാസ് പൊട്ടി. നമ്മളെ കുട്ടിയുടെ കയ്യിൽ നിന്നാണെങ്കിൽ സ്വഭാവം മാറും. അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന സ്വഭാവം
അവനാന്റെ കുട്ടിനോട് കാണിക്കാൻ കഴിയുന്നില്ല. അയൽപക്കത്തെ സ്ത്രീയോട് കാണിക്കുന്ന സ്വഭാവം. തമാശ പറയലുണ്ട്, അവനാന്റെ പെണ്ണുങ്ങളെ ചൊറുക്കറിയണമെങ്കിൽ അടുത്ത പെരന്റെ ടെറസിന്റെ മേലെ കയറിയിട്ട് ഇങ്ങോട്ട് നോക്കണം എന്ന് പറയലുണ്ട്. അയൽപക്കത്ത് കാണിക്കുന്ന സ്വഭാവം അവനാന്റെനോട് കാണിക്കാൻ കഴിയുക. മീൻ കച്ചവടക്കാരനോട് കാണിക്കുന്ന സ്വഭാവം അവനാന്റെ പുതിയാപ്പിളിനോട് കാണിക്കാൻ കഴിയുക. തെങ്ങമ്മ കയറാൻ വരുന്ന ആളോട് കാണിക്കുന്ന സ്വഭാവം അവനാന്റെ ഭാര്യയോട് അവനാന്റെ ഭർത്താവിനോട് കാണിക്കാൻ കഴിയുക. ദൂരെ നമ്മൾ കാണിക്കുന്ന സ്വഭാവം അടുത്തേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ സൽസ്വഭാവം. ഇതിനാണ് ഈറ പിടിച്ചായിരിക്കാരാണ്, ഇതിനാണ് ദേഷ്യം വരാതിരിക്കുക എന്ന് പറഞ്ഞത്. സൽസ്വഭാവം എന്ന് പറഞ്ഞാല് 20 സ്വഭാവങ്ങളുണ്ട്. ഒരു മനുഷ്യന് 20 സ്വഭാവങ്ങളുണ്ട്. ഈ 20 സ്വഭാവത്തെയും ഒതുക്കാവുന്ന ഒറ്റ വാക്കാണ് ലാ തഗ്ളബ് അഹദാ. സൽസ്വഭാവം എന്നാൽ എന്താണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് പറഞ്ഞു അല്ലാഹു വറസൂലുഹു അലം, അള്ളാഹുവിനും അവന്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞു. ആ ഉത്തരം സഹാബത്തിന്റെ ഒരു പ്രത്യേകതയാണ്. സഹാബത്ത് മറുപടി അറിയെങ്കിലും അങ്ങനെയാണ് പറയാ, അറിയില്ലെങ്കിലും അങ്ങനെയാണ് പറയാ. ഒരു ഉത്തരം അറിയെങ്കിലും അള്ളാഹു റസൂലും, നമ്മള് അറിയില്ലെങ്കിലും അറിയുന്ന പറയാ. ഇന്നത്തെ നമ്മളെ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു പരാജയം വിവരമില്ലാത്തവന്റെ വിവരാണ് എന്നാണ്. വിവരമില്ലാത്തവന്റെ വിവരം എന്ന് പറഞ്ഞാൽ ഒരാള് ചെങ്ങായി ഓന്റെ പെണ്ണുങ്ങളോട് പറഞ്ഞു അന്നെ ഞാൻ 3 പിരിച്ചു എന്ന്. പള്ളിക്കത്തെ സ്ഥാനോട് വന്നിട്ട് പറഞ്ഞു ഉസ്താദേ ഞാൻ എന്റെ പെണ്ണുങ്ങളോട് അന്നെ ഞാൻ 3 പിരിച്ചു എന്ന് പറഞ്ഞു, ഇനിയിപ്പോ എന്താ കാട്ടുക എന്ന് പറഞ്ഞ ഉസ്താദ് പറയും ജയ് പ്രശ്നമാക്കല്ലേ, നമുക്ക് കാലേരെടുത്തൊന്ന് പോകാം, അല്ലെ ഈ പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ പോകാം, അല്ലെങ്കിൽ നമുക്ക് ദാറുൽ ഹുദയിൽ ഒന്ന് പോയിട്ട് ഉസ്താദന്മാരെ ഒന്ന് കണ്ട് വിവരങ്ങൾ പറഞ്ഞിട്ട് ഓലൊരു തീരുമാനം പറയും. ഓലെ തീരുമാനം കിട്ടിയതിന്റെ ശേഷം തീരുമാനാക്കാന്ന് പറയും പള്ളിക്കത്തെ ഉസ്താദ്. അതേ സമയത്ത് അങ്ങാടിയിൽ ചായ പാരനെ, മീൻ കച്ചവടം ചെയ്യണേ, വല നന്നാക്കണേ, മീൻ പിടിച്ചാൻ പോണേ, തെങ്ങ് തിറക്കാൻ പോണ ആളോട് ചോദിച്ചാല് അപ്പ പറയും മസാല അത് 3 തലാക്കും പോയിട്ടുണ്ട്, ഇനി മൂല്യന്മാരൊക്കെ മാറ്റി പറയുമെന്നാവോന്ന് പറയും. ഇതിനാണ് വിവരമില്ലാത്തവന്റെ വിവരം എന്ന് പറഞ്ഞത്. ഇന്ന് ഉമ്മത്തിന്റെ ഏറ്റവും വലിയൊരു ശാപമായി വിവരമില്ലാത്തവന്റെ വിവരം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം വേണ്ട എന്താ വെച്ചാല് അറിയില്ലെങ്കിൽ അറിയില്ല എന്നുള്ള അറിവുണ്ടാവണം എന്നാണ്. അന്തമില്ലാത്തൊരനന്ത കൊടിയാണി അന്ത്യലോകത്തിന്റെ അന്തർഭാഗത്തിൽ, അന്തമില്ലെങ്കിലും അന്തമില്ലെന്നുള്ള അന്തമുണ്ടാവലാണ് ഏറ്റവും അന്തം. വിവരമില്ലെങ്കിൽ വിവരമില്ല എന്നുള്ള വിവരമാണ് ഏറ്റവും വലിയ വിവരം എന്നാണ്. നേരെ മറിച്ച് പഴയ തലമുറക്ക് അതുണ്ടായിരുന്നു, പുതിയ തലമുറക്ക് അതില്ല. മസ്അലൊന്നും അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. മസ്അല പറയണമെങ്കിൽ ഒരുപാട് കാര്യം സൂക്ഷിക്കണം. ആയത്തും ഹദീസും പറയും പോലെയല്ല മസ്അല. ആര് പറഞ്ഞതാണ്, എപ്പ പറഞ്ഞതാണ്, എങ്ങനെ പറഞ്ഞതാണ്, പറഞ്ഞവന്റെ അവസ്ഥ, കേട്ടവന്റെ അവസ്ഥ, അതൊക്കെ പരിഗണിച്ചിട്ട് വേണം തീരുമാനം പറയാൻ. അല്ലാതെ ഒറ്റ തീരുമാനം അതിന് ഒറ്റ മറുപടി എന്ന് പറഞ്ഞ സംഭവം ഫിഖ്ഹിലില്ല. അത് ഫിഖ്ഹിലില്ലാത്ത സംഗതിയാണ്. അത് വിശദമായി പഠിച്ചിട്ടേ വരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് വിവരമില്ലാത്തവന്റെ വിവരം എന്തിലുണ്ടായാലും ഫിഖ്ഹിലുണ്ടാകരുത്. നമ്മുടെ ഉമ്മത്തിന്റെ ഏറ്റവും വലിയൊരു ശാപായിട്ട് ഇന്നത് മാറിയിട്ടുണ്ട് എന്നതാണ്. മനുഷ്യന് പ്രധാനമായും മാറ്റം വരുന്നത് 3 സമയങ്ങളിലാണ് എന്നുണ്ട്. അതിപ്പോ എന്തായാലും ഈ സാഹസിൽ പറയാൻ പറ്റും. വയസ്സന്മാരെ ആദരിക്കുന്ന സാഹസാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം 3 സമയത്താണ്. 1 പ്രായപൂർത്തിയാവുമ്പോ, 2 ജോലി കിട്ടുമ്പോ, 3 റിട്ടയർഡ് ആവുമ്പോ. മനുഷ്യന്റെ ജീവിതത്തിൽ 3 മാറ്റാണ്. 1 പ്രായപൂർത്തിയാവുമ്പോ വലിയ കുട്ടിയാവും. ഓന്റെ വാപ്പ പറയും ഓനോട് ഇജിപ്പോ വലിയ കുട്ടിയേക്കണു, പയമായിരം അല്ലട്ടോന്ന്. ഓനും തോന്നും ഞാൻ ഇപ്പൊ വലിയ കുട്ടിയായല്ലോ എന്ന്. വലിയ കുട്ടി ആയാലുള്ള കുഴപ്പം എന്താണെന്നറിയുള്ളത്, പിന്നെ അങ്ങോട്ടൊന്നും പറയാൻ പാടില്ല, ഓ ഇങ്ങോട്ട് പറയണേ കേൾക്കുക. ഏത് മനുഷ്യനും പരാജയപ്പെടും വലിയ കുട്ടിയായാലേ. എപ്പോഴും ചെറിയ കുട്ടിയായിരിക്കണം, എന്നാൽ നമ്മളെല്ലാരും വിജയിക്കും. വലിയ കുട്ടി ആകരുത്. വലിയ കുട്ടി ആയാൽ പിന്നെ ഇങ്ങോട്ടൊന്നും പറയാൻ പാടില്ല, ഓൻ പറഞ്ഞത് അങ്ങോട്ട് കേൾക്കാനേ പാടുള്ളൂ എന്ന മനസ്സുണ്ടാവും. രണ്ടാമത് ജോലി കിട്ടിയാൽ മാറും എന്നുള്ളതാണ്. ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കഴുതക്കാല് വരെ പിടിക്കാൻ റെഡിയാണ്. അതേ സമയത്ത് ജോലി കിട്ടിയാൽ സ്വഭാവം മാറും. നമ്മൾ പല പഞ്ചായത്ത് ഓഫീസില്, വില്ലേജ് ഓഫീസില്, പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നാൽ അവിടെ ഉണ്ടാവും മോത്തക്ക് നോക്കാത്ത കുറെ ആൾക്കാർ. ഓല് ജോലി കിട്ടുന്നതിന് മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു, നല്ല മനുഷ്യന്മാരായിരുന്നു. ദേശണ്ടായിട്ട് പറയാനൊന്നല്ല. നമ്മൾ ചില ഓഫീസുകളിലൊക്കെ ചെന്നാലേ, ചില ഓഫീസുകളിൽ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, കേരള ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഓഫീസുകളിലൊക്കെ ചെന്നാലുണ്ടാവും മനുഷ്യന്റെ മോത്ത് നോക്കാത്ത കുറെ സൈസ്. ഓല് ജോലി കിട്ടണതിന്റെ മുമ്പ് അങ്ങനെയല്ലാന്ന് എല്ലാരോടും ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞ നല്ല മനുഷ്യന്മാരായിരുന്നു. ജോലി കിട്ടിയപ്പോ അങ്ങനെ ഉണ്ടായി മാറിയതാണ്. ജോലിയുള്ളവർക്ക് ജോലി ഇല്ലാത്തവരെ കണ്ണിന്റെ നേരെ കാണാൻ പറ്റാത്ത അവസ്ഥ. ഇതാണ് മാറ്റം.
മൂന്നാമത്തെ അവസ്ഥ അത് പറയാനാണ് ഞാൻ അത് പറയണേ കേട്ടോ. ഒന്നും രണ്ടും പറയാനല്ല. മൂന്നാമത്തേത് റിട്ടയർഡ് ആകുമ്പോൾ മനുഷ്യനൊരു മാറ്റം ഉണ്ടാവും. റിട്ടയർഡ് ആകുക എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആകുക എന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതുമാണ്. കൃഷിയിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്, കുവൈത്തിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്, എവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും ഒക്കെ മാറ്റം ഉണ്ടാവും. എന്താ മാറ്റം? കുട്ടികളെ കണ്ണിന്റെ ഏറെ കണ്ടുവിടാന്നുള്ളത് ഈ കാര്യം മാറ്റം. പേരക്കുട്ടി വിരുന്ന് വരുമ്പോ വലിയ സന്തോഷത്തിലാ വരിക. വല്യാപ്പാന്റെ അടുത്തേക്ക് ഉപ്പാപ്പാന്റെ അടുത്തേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞാണ്ട് റാഹത്തിൽ വരും. വന്നേക്കിനും തിരക്കുണ്ടാവില്ല. കടലമുട്ടായി കൊടുന്നച്ചൊക്കെ എടുത്തു കൊടുക്കും. ഒറ്റ ദിവസം മുഴുവനാവില്ല. അതിന്റെ മുമ്പ് വല്യാപ്പാക്ക് ചൊറിച്ചിൽ തുടങ്ങും. സൈക്കിൾമ കയറിയാല് കണ്ടിലെ ചെറുക്കം ഊര മുറിച്ചാൻ കയറിയിരിക്കണത്. കയറിയില്ലെങ്കിൽ 4000 റുപ്യ ചെലവാക്കി ആ സൈക്കിള് കൊടുന്നിച്ചിട്ട് ഓനൊന്ന് കയറി നോക്കിക്കൂടായ്മേ എന്നായി. ഇതേ സംഗതി പള്ളിക്ക് ഉണ്ടാവും ചിലപ്പം, പ്രത്യേകിച്ച് ദർസുള്ള പള്ളിക്ക് ഉണ്ടാവും. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, പൊതുവെ ഉണ്ടാവും. അതെന്താ വെച്ചാല് ഹൗദെന്ന് വെള്ളം മുക്കിയാലും കേസാണ്, മുക്കിയില്ലെങ്കിലും കേസാണ്. ഹൗദെന്ന് വെള്ളം മുക്കിയാല് പടച്ചോന്റെ പള്ളിക്കത്തെ വെള്ളം മുഴുവൻ മുക്കി ഒഴിച്ചെന്നായി. ഹൗദെന്ന് വെള്ളം മുക്കി കാൽമുക്കോടെ ഒഴിച്ചില്ലെങ്കിൽ അള്ളാന്റെ പള്ളിക്കൊക്കെ കാലഗാഥ കയറുകയെന്നായി. ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാവരും ചെറുതായിട്ട് വലുതായതാണ്. സ്വാലിഹ് നബിയുടെ ഒട്ടകം മാത്രമേ പാറന്റെ ഉള്ളിൽ നിന്ന് വലുപ്പത്തിൽ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വലുതായി 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 വന്നിട്ടുള്ളതാണ്. ഇത് വലിയൊരു മനസ്സിലാക്കിയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് പെരയിലും അങ്ങനെ തന്നെ, പള്ളിക്ക് മാത്രമല്ല, പെരയിലും അങ്ങനെ തന്നെ കാര്യം. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിന്റെ മാറ്റങ്ങളെ എല്ലാവരും തിരിച്ചറിയണം. 3 സമയത്ത് മനുഷ്യന് മാറ്റം ഉണ്ടാവും. ആ മാറ്റം ഉൾക്കൊള്ളണം. ഇതൊക്കെ മനുഷ്യന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 കൊല്ലം വർത്താനം പറഞ്ഞിട്ട് തിരിച്ചെടുക്കേണ്ട ഒരു വാക്ക് പോലും അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. 40ാമത്തെ വയസ്സിൽ നബിയാണെന്ന് വാദിക്കാൻ വേണ്ടി 35-ാം വയസ്സ് മുതൽ 5 കൊല്ലം നുണറിയാതിരുന്നതല്ല. 3ാമത്തെ വയസ്സിൽ സംസാരം തുടങ്ങിയിട്ട് 63 വയസ്സിനിടയിൽ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുള്ളൂ. അത് നമ്മളെ മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സംഗതി അറിഞ്ഞത്. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കാൻ വേണ്ടി മനുഷ്യന് സാധ്യമാവണം. പിശാച് മനുഷ്യന്റെ ശരീരത്തിൽ പിടിമുറുക്കുമ്പോൾ ആദ്യമായി പിടിമുറുക്കുന്നത് നാവിലായിരിക്കുമെന്നാണ്. ശൈത്താൻ മനുഷ്യ ശരീരത്തിൽ സ്വാധീനം ചെലുത്തുമ്പോ ആദ്യമായി സ്വാധീനം ചെലുത്തുന്നത് അവന്റെ നാവിലായിരിക്കും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ യൽമനു ലീ മാ ബൈന ലഹ്യൈഹി വമാ ബൈന ഫഖ്ദൈഹി അദ്മനു ലഹുൽ ജന്ന. 2 താടിയെല്ലുകൾക്കിടയിലുള്ള നാവിന്റെ കാര്യത്തിലും 2 തുടയെല്ലുകൾക്കിടയിലുള്ള ഗുഹ്യസ്ഥാനത്തിന്റെ കാര്യത്തിലും വേണ്ടാത്തതൊന്നും ചെയ്യുകയില്ലെന്ന് ആരെങ്കിലും എന്നോട് ജാമ്യം നിന്നാൽ അദ്മനു ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുന്നു എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെയാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത്. ആ സ്വഭാവം അതേമാതിരി ജീവിതത്തിലും കൊണ്ടുവരണം തന്നെ. നബി തങ്ങളുടെ സ്വഭാവം പഠിക്കാൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ പഠിച്ചാൽ മതിയാവുന്നതാണ്. 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട് സയ്യിദന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ നബിയോട് സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങൾക്ക് ദുനിയാവിൽ വെച്ചുണ്ടായ ഏറ്റവും വലിയ പ്രയാസം ഖദീജ ബി വഫാത്തായതല്ലേ എന്ന് ചോദിച്ചു. നബി തങ്ങൾക്ക് എല്ലാ നിലയിലും താങ്ങും തണലുമായി ഉണ്ടായിരുന്നതാണ് ഖദീജ ബി റളിയല്ലാഹു അൻഹ. നബി തങ്ങൾ പറഞ്ഞു അതല്ല എന്ന് പറഞ്ഞു. പിന്നെന്താന്ന് ചോദിച്ചു. അബൂ ത്വാലിബ് വഫാത്തായതല്ലേ എന്ന് ചോദിച്ചു. അതും അല്ല പറഞ്ഞു. പിന്നെന്താന്ന് ചോദിച്ചു. ത്വായിഫിൽ നിന്നുള്ള മടക്കയാത്രയാണ് എന്ന് പറഞ്ഞു. മക്കയിൽ നിന്ന് 100 കിലോമീറ്ററാണ് ഏകദേശം ത്വായിഫിലേക്ക്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മാന്റെ കുടുംബക്കാരാണ് ത്വായിഫിലുള്ളത്. എല്ലാ നിലയിലും പിടുത്തം വിട്ടപ്പോ അവസാനം ഉമ്മാന്റെ കുടുംബത്തേക്ക് ഒന്ന് പോയോക്കട്ടെ എന്ന് എത്തിങ്ങാണ്ട് പോയതാണ് ത്വായിഫിലേക്ക്. അന്നവും വെള്ളവും ഇല്ലാതെ 10 ദിവസം ത്വായിഫിലൂടെ നടന്നു. ത്വായിഫുകാർ ഭക്ഷണം കൊടുക്കാൻ തയ്യാറായില്ല. ത്വായിഫുകാർ വെള്ളം കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിന്റെ നെരിയാണിക്ക് ഏറ് കിട്ടിയിട്ട് രക്തം ഒലിച്ചിട്ട് ത്വായിഫിലെ തെമ്മാടി പിള്ളേരുടെ കൂക്കിവിളി കേട്ടിട്ട് ഏഷ്യ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മെന്റൽ ആശുപത്രിയുള്ള നാടാണ് ത്വായിഫ്. ഏഷ്യ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മെന്റൽ ആശുപത്രിയുള്ള നാടാണ് ത്വായിഫ് പറഞ്ഞ നാട്. ത്വായിഫേർക്കും അറിയാത് അത് ഇവിടെയാണ് എന്നുള്ളത്. ഞമ്മക്ക് മാത്രം അറിയാന്നല്ല, ത്വായിഫേർക്കും അറിയാം ഏഷ്യയിലെ ഏറ്റവും വലിയ മെന്റൽ ആശുപത്രി നമ്മുടെ നാട്ടിലാണ്. എന്തുണ്ടായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിയാക്കിയതാണ് കാരണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചു.
അങ്ങനെ നബിതങ്ങൾ ത്വായിഫിൽ നിന്ന് ഓടിയിട്ട് ആദ്യമായി നിന്ന സ്ഥലത്തേക്ക് 45 കിലോമീറ്റർ ദൂരണ്ട്. ആ നബിതങ്ങൾ ഒരിക്കൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് നാളെ പാരത്രിക ലോകത്ത് വെച്ച് അള്ളാഹു ഷഫാഅത്ത് എന്ന ശുപാർശക്ക് അനുമതി നൽകിയാൽ ത്വായിഫുകാർക്ക് വേണ്ടി ആദ്യമായി ഞാൻ ഷഫാഅത്ത് ചെയ്യുമെന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് സ്വഭാവം എന്ന് പറഞ്ഞാൽ. സ്വഭാവത്തെ പഠിക്കാൻ അനസ് റളിയല്ലാഹുവിനെ പഠിച്ചാൽ മതി എന്നാണ്. 10 കൊല്ലം നബി തങ്ങളുടെ കൂടെ അനസ് റളിയല്ലാഹു താമസിച്ചിട്ട് ചെയ്യാത്തൊരു കാര്യത്തെ കുറിച്ച് എന്തുകൊണ്ട് ചെയ്തില്ല എന്നോ, ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് നീ അത് ചെയ്തത് എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. നബി തങ്ങളെ മൊത്തത്തിൽ പഠിക്കാൻ അനസ് റളിയല്ലാഹുവിനെ പഠിച്ചാൽ മതിയാവുന്നതാണ്. അനസ് റളിയല്ലാഹുവിന്റെ കവിളത്ത് ഇങ്ങനെ തൊട്ടിട്ട് അനസ് റളിയല്ലാഹുവിന്റെ ഇനിയിപ്പോ എല്ലാവരും അത് നോക്കുകയാണ്, ഭക്ഷണം ഇതിൻ്റെ ഇടയിൽ കൂടെ കൊടുത്തോട്ടെ എന്നാണ് അവർ ചോദിച്ചത്. എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ അയിമണ്ട് പോയി എന്നുള്ളതാണ് നമ്മളൊരു പ്രശ്നം. കൊടുത്തോളി എന്ന് ഞാൻ പറയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതാണ് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കണ്ടാവും, ഒരു കൊടുത്തോളും. അതിവിടെ പിരിണേന്റെ മുമ്പ് അതാണ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനായിരിക്കും അല്ലെ. ആയിക്കോട്ടെ, അപ്പൊ അതാണ് സംഗതി. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചാണ്ട് നിൽക്കണ്ട, അങ്ങോട്ട് നോക്കി എല്ലാവരും. അതിൽ ഞാൻ അധികം സമയം ഉണ്ടാവില്ല. എന്റെ 10:30 കഴിഞ്ഞിട്ട് തങ്ങൾ വന്ന ആ സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് ദേശം നീട്ടി പിടിക്കുകയാണ്, അല്ലാതൊന്നുമില്ല. ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഒരു മഹല്ല് എന്ന് പറഞ്ഞാൽ ഒരു മഹലിന് 4 കാര്യങ്ങൾ ഏത് മഹലിന്റെയും പുരോഗതിക്ക് നിർബന്ധമായും ചെയ്യണം. ഒന്ന്, മഹല്ലത്തിൽ ജീവുള്ള ഒരു ഖുർആൻ ക്ലാസ് ഉണ്ടാവണം. പേരെന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഖുർആൻ അങ്ങനെ ഓതി അർത്ഥം വെക്കുക എന്നൊന്നല്ല അതിന്റെ അർത്ഥം. ഹദീസ് പറയാം, ഫിഖ് പറയാം, പേര് ഖുർആനാണ്. ജീവുള്ള ഖുർആൻ ക്ലാസ് എന്ന് പറയാൻ എന്താ കാരണം എന്നറിയ നിങ്ങള്? ഖുർആൻ ക്ലാസ് ജീവുള്ളതും ജീവല്ലാത്തതുകൊണ്ട്. ഇപ്പൊ നമ്മളെ ഈ ക്ലാസിന്റെ ജീവൻ പോകാത്തതിന്റെ കാരണം എന്താ അറിയോ? ഈ കൊടുക്കണ പൊതിയാണ് അതിന്റെ കാരണം. അല്ലെങ്കിൽ ഇത് മൊത്തം നീച്ചു പോയിട്ടുണ്ടാവും, എനിക്കറിയാലോ. അതാണ് ജീവുള്ള ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആവി പോകണത്. അതാണ് ഈ ജീവുള്ള ഖുർആൻ ക്ലാസ്. ജീവണ്ടാണെങ്കിൽ 2 കാര്യം വേണം. 2 കാര്യമാണ്. ഒന്ന്, എന്തേലും ഒന്ന് ചെല്ലിയിട്ട് ദ്വാരക്കണം. മജ്ലിസിനോട് പറ്റും, അല്ലെങ്കിൽ സ്വലാത്തോ ദിക്റോ ഇസ്തിഗ്ഫാറോ എന്തെങ്കിലും ഒന്ന് ചെല്ലിയിട്ട്, ഒന്നുമില്ലെങ്കിൽ ഒരു അശ്റക്കെങ്കിലും ചെല്ലിയിട്ട് ദ്വാരക്കണം. അത് 2 വാക്ക് മലയാളത്തിലും കുറച്ച് അറബിയിലും ദ്വാരന്നാല് ജീവൻ ഉണ്ടാവും. രണ്ടാമത്, ഒരു ചെറിയ ആവി പോണം. അതിനൊരു ഗ്ലാസ് പായസമായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ജീവൻ പോകും. അപ്പൊ അതാണ് ജീവുള്ള ഖുർആൻ ക്ലാസ്. ഇനി മനസ്സിലാകാതിരിക്കണ്ട വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പൊ മഹല്ലിൽ ഒരു ഖുർആൻ ക്ലാസ് വേണം, ജീവുള്ളത്. അപ്പൊ അതിനൊരു സമിതി ഉണ്ടായാൽ നന്നായി. ഒരു സാംസ്കാരിക സമിതി എന്നോ മറ്റോ പേര് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ SYSനോ SKSFനോ ആ ഡ്യൂട്ടി കൊടുത്താലും മതി. അങ്ങനെയുള്ള ഒരു ഖുർആൻ ക്ലാസ് മഹല്ലത്തിൽ ഇങ്ങനെ വളരെ സജീവമായിട്ട് നിലനിൽക്കണം. മാസത്തിലൊരിക്കൽ മതി, അല്ലെങ്കിൽ സീസണബിൾ ആയിട്ടാലും മതി. പ്രത്യേക ദിവസങ്ങളൊക്കെ വരുമ്പോൾ നടത്തുക, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ നടക്കുക. പെരുന്നാൾ വരുമ്പോൾ ഒന്ന് ഉഷാറായിട്ട് നടത്തുക, റബീഉൽ അവ്വൽ വരുമ്പോൾ ഒന്ന് ഗംഭീരമാക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു ഖുർആൻ ക്ലാസ് സ്ഥിരമായിട്ട് നടക്കുക. രണ്ടാമത്തത്, മഹല്ലത്തിൽ വേണ്ടത് ഒരു വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഏകോപനമാണ്. ഈ മഹല്ലിൽ വിദ്യാഭ്യാസ സമിതി ഉണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. വിദ്യാഭ്യാസ സമിതിയുടെ പ്രവർത്തനങ്ങൾ 2 എണ്ണമായിരിക്കണം. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞു, ഒരു വീട്ടിൽ ഒരാൾക്ക് ഗവൺമെന്റ് ജോലി എന്നത് ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കണം. രണ്ടാമത്തെ കാര്യം, ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കാൻ തയ്യാറായിരിക്കണം. ദർസില്ലാത്ത പള്ളിക്ക് ദുആക്ക് ഇജാബത്ത് നഷ്ടപ്പെടുന്നതാണ്. ചോറച്ചല്ലാതെ കൊടുക്കുക. ദർസില്ലാത്ത പള്ളിയില് ദുആന്റെ ഇജാബത്ത് നഷ്ടപ്പെടാൻ 2 കാരണങ്ങളാണുള്ളത് എന്നാണ്. പള്ളിക്ക് പണ്ടൊക്കെ പള്ളി പോയി തുറന്ന വേ ഇജാബത്ത് കിട്ടിയെന്ന്. ഇപ്പൊ പള്ളിയിൽ പോയി തുറന്ന കിട്ടൂല. അതിന് 2 കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം, സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള അസൗകര്യങ്ങൾ. ഉണ്ടാക്കിയത് സൗകര്യമാണ്, ആയത് അസൗകര്യമാണ്. അങ്ങനെ കുറെ സാധനം നമ്മൾ പള്ളിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇരിക്കാൻ സ്ഥലമില്ല, കിടക്കാൻ സ്ഥലമില്ല, നിൽക്കാൻ സ്ഥലമില്ല, തുപ്പാൻ സ്ഥലമില്ല, അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ. ഉണ്ടാക്കിയത് സൗകര്യമാണ്, ഉണ്ടായത് അസൗകര്യമാണ്. പണ്ടൊക്കെ പുറത്തേക്കാണ് തുപ്പിയാൽ മതിയായിരുന്നു, ഇപ്പൊ തുപ്പാൻ പാടില്ല. അവിടെ കട്ട വിരിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. തുപ്പാനുള്ള ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഉണ്ടാവില്ല. ഇതന്നെ സംഗതി. അപ്പൊ എന്താ വെച്ചാല്, പിന്നെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, സൗകര്യങ്ങൾ എന്ന പേരിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ധാരാളം അസൗകര്യങ്ങൾ എന്ന് പറയുന്നത് ദിവാന്റെ ഇജാബത്തിനെ തടഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, പള്ളിയിൽ ദർസില്ലാതെ ആയത്
ഇജാബത്തിനെ തടഞ്ഞിട്ടുള്ള കാരണമെന്നാണ്. ലോകത്തെ ഏറ്റവും ഇജാബത്തുള്ള പള്ളി മദീനത്തെ പള്ളിയാണ്. എന്താ കാരണം? മദീനത്തെ പള്ളിയിൽ ഏറ്റവും ഇജാബത്തുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ റൗലയാണ്. റൗല, വെളുത്ത കാർപ്പറ്റ് ഇട്ട റൗല ഷരീഫാണ്. റൗല എന്ന് പറഞ്ഞ സ്ഥലം മാബൈന ഖബരി വ മിമ്പരിയാണ്. എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്ന് പറഞ്ഞത് ആയിഷ ബീവിന്റെ റൂമിലാണ്. ആയിഷ ബീവിന്റെ റൂം എന്ന് പറഞ്ഞത് നബി തങ്ങളുടെ വീടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മിമ്പറിന്റെയും എന്റെ വീടിന്റെയും ഇടയിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാല് മദീനത്തെ പള്ളിയില് സുഫത്തിന്റെ അഹ്ലുകാർ എന്ന് പറയുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദർസ് നടത്താൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്ന സ്ഥലമാണ്. അതായത് ഒരു മുദർരിസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണ് റൗല ഷരീഫ് എന്ന് പറയുന്നത്. പള്ളിയിലെ ഇജാബത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ദർസ് എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ ബസ്സിൽ ഇങ്ങനെ കോഴിക്കോട് എന്തോ ഒരു പരിപാടിക്ക് പോയിട്ട് നാട്ടിക്ക് മടങ്ങുകയാണ്. അപ്പൊ അങ്ങാടിപ്പുറത്തേക്ക് ബസ് കയറിയിട്ട് ബസ്സിൽ ഇങ്ങനെ ഇരുന്നപ്പോ എന്റെ തൊട്ടടുത്ത് ഒരാൾ വന്നിരുന്നു. അത്യാവശ്യം തടിമണ്ണൊക്കെ ഉണ്ടായിട്ട് നല്ല വെള്ളത്തുണിയും വെള്ളക്കുപ്പായൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു മനുഷ്യൻ, കണ്ടാൽ നല്ലൊരു തഖ്വി ഈമാനൊക്കെ ഉള്ള നല്ലൊരു മനുഷ്യൻ വന്നിരുന്നു. എന്നിട്ട് അയാൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചു. നിങ്ങൾ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊളത്തൂരാണ് പറഞ്ഞു. അപ്പൊ എന്നോട് മുമ്പ് ചോദിച്ചു കൊളത്തൂർ ഇപ്പൊ ദർസുണ്ടോ ചോദിച്ചു. അതിന് ഞാൻ പറഞ്ഞു ഇല്ല പറഞ്ഞു. അന്ന് ദർസില്ല, എപ്പോ ദർസുണ്ട് കേട്ടോ, ഈ പറയണ സമയത്ത് ദർസില്ല. ദർസുണ്ടോ ചോദിച്ചു ഇല്ല പറഞ്ഞു. അതിൽ മുമ്പ് പറഞ്ഞു ഇപ്പൊ ഇതിന് എവിടെയും ദർസില്ല. ഞാൻ എന്റെ നാട്ടിലെ പള്ളിക്കത്തെ പിന്നെ സെക്രട്ടറി പ്രസിഡന്റ് എന്താ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും പള്ളിന്റെ ആളാണ്. പിന്നെ ഇപ്പൊ എവിടെയും ദർസില്ല, കുറെ ദർസിന് വേണ്ടിയുള്ള വഖഫുകളൊക്കെ വെറുതെ കിടക്കുകയാണ്. ഇങ്ങനെ പോയാല് ദീനുൽ ഇസ്ലാമിന്റെ കാര്യം എന്തായി പോകുന്നുള്ളത് വലിയ കഷ്ടാണെന്നൊക്കെ പറഞ്ഞ് കുറെ സമയം സംസാരിച്ച് എല്ലാം കേട്ടുന്നതിന് ശേഷം എനിക്ക് കേക്കല് വലിയ രസമാണ്. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. ഭക്ഷണം കൊടുന്ന് വെച്ചാൽ പിന്നെ 4 അഭിപ്രായമാണ് ഭക്ഷണത്തെ കുറിച്ച്. ഇറച്ചി മീനും കൂടി ഒന്നിച്ച് കൊടുന്ന് വെച്ചിട്ട് അല്ല ഉസ്താദെ ഇറച്ചി മീനും ഒന്നിച്ച് തിന്നാൻ പറ്റുമോ? അത് കൊണ്ടുവരുന്നതിന്റെ മുമ്പ് ചോദിക്കണ്ടല്ലേ. അതാ സാധനം കൊടുന്ന് വെച്ചിട്ട് പിന്നെ അതിനെ അയബാക്കാൻ പറ്റുമോ? കൊടുന്ന് വെച്ചാൽ പിന്നെ വേണ്ടോര് തിന്ന വേണ്ടാത്തവര് തിന്നാതിരിക്കാൻ മുണ്ടാൻ പാടില്ല. ഇഷ്ടണ്ട ഈസ്തഹാഹു അക്കലഹു വഇല്ലം തസ്തഹി തറക്കഹു. അതാണ് നബി തങ്ങളുടെ രീതി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കും, ഇഷ്ടമില്ലെങ്കിൽ കഴിക്കാതിരിക്കും. നോ കമാൻഡ്, വർത്തമാനമില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ വർത്താനം പറയണേന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ 2 കാര്യമേ പറയാൻ പാടുള്ളൂ. ഒന്ന്, ഭക്ഷണദാതാവായ അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കാം. 2, ഭക്ഷണത്തിന്റെ മദ്ഹുകൾ മാത്രം പറയാം. ദമ്മ് പറയാൻ പാടില്ല. മധുരം തിന്നാലേ ബുദ്ധിമുട്ടാണ്. അത് കൊടുന്നതിന് ശേഷം പായസം കൊടുന്നിട്ട് പിന്നെ പറയാൻ പാടില്ല. വേണ്ടവര് കുടിക്കുക, വേണ്ടാത്തവര് കുടിക്കാതിരിക്കുക. ഭക്ഷണത്തെ ആക്ഷേപിച്ചാൽ ആ ഭക്ഷണം ഉപദ്രവം ചെയ്യും. അപ്പൊ അതുകൊണ്ട് മദ്ഹുകൾ മാത്രമേ ഭക്ഷണം കൊണ്ടെന്ന് വെച്ചാൽ പറയാൻ പാടുള്ളൂ. ദമ്മൊരിക്കലും പറയാൻ പാടില്ല. അപ്പൊ എന്താ പറഞ്ഞു വെച്ചാല് ഇദ്ദേഹം ഇങ്ങനെ കുറേ വാചാലമായി സംസാരിച്ചു. അപ്പൊ കേക്കല് നല്ല രസമാണ്. ഞാൻ മൊത്തം കേട്ടതിന് ശേഷം അവസാനം ഒരു ചോദ്യം ചോദിച്ചു, ഇങ്ങക്ക് എത്ര ആൺകുട്ടികളുണ്ട് എന്ന് ചോദിച്ചു. ആകെ അതന്നെ ചോദിച്ചിട്ടുള്ളൂ. അതോടുകൂടെ മൂപ്പര് എല്ലാ വർത്താനവും കഴിഞ്ഞു. എന്താ വെച്ചാലേ ആരാന്റെ കുട്ടികൾ ദർസിലൊക്കെ ഇങ്ങനെ വന്ന് പഠിച്ചിട്ട് ദീനുൽ ഇസ്ലാമിന് നേതൃത്വം നൽകാൻ നാട്ടിൽ നിറയെ ആൾക്കാർ വേണം. അവനാൻ അതൊന്നും പറ്റൂല. നിങ്ങളെ കുട്ടികൾ, എനിക്ക് 3 ആൺകുട്ടികളുണ്ട് പറഞ്ഞു. ഓലെന്താ കാട്ടണ ചോദിച്ചു. ഒരാൾ അക്കരമയാണ്, ഒരാൾ ഇക്കരമയാണ്, ഒരാൾ നടുവിലുമാണ്. നാട്ടുകാർ കുട്ടികൾ ഇങ്ങനെ ഓതാൻ പോകണം, ദീനുൽ ഇസ്ലാമിന് നേതൃത്വം കൊടുക്കാൻ ആൾക്കാർ ഇങ്ങനെ വേണം. സമ്പന്നനായ വാപ്പാന്റെ കുട്ടി മോലേരായാൽ ദീനുൽ ഇസ്ലാമിന് വലിയ ഇസ്സത്ത് തന്നെയാണ്. എന്താ കുഴപ്പമുള്ളത്? നട്ടല് നിർത്തി പിടിച്ചിട്ട് വർത്താനം പറയാൻ പറ്റും. 5 സൂപ്പർ മാർക്കറ്റുള്ള വാപ്പാന്റെ കുട്ടി മോലേരായിട്ട് വരട്ടെ, ദീനുൽ ഇസ്ലാം ഇസ്സത്തോടെ പറയാൻ വേണ്ടി പറ്റും. അങ്ങനെയൊക്കെയല്ലേ വരേണ്ടത്. ഭാഗ്യം കൊണ്ട് ഫുഖറാക്കന്മാർ ഏതായാലും ഈ രംഗത്തുണ്ട്, അതുകൊണ്ട് നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിനെ ആക്ഷേപിക്കല്ല. അതിനതിൻ്റെതായ നേട്ടമൊക്കെ ഉണ്ട്. അതേ സമയത്ത് നല്ല നീർന്ന് നിൽക്കാൻ പറ്റിയ മനുഷ്യന്മാർ ദീനുൽ ഇസ്ലാമിന് നേതൃത്വം കൊടുക്കുന്ന നിലയിൽ വന്നാൽ അതൊരു സംഗതിയുടെ അന്തസ് തന്നെയല്ലേ. അങ്ങനെ വരണ്ടേ. നമ്മളെ എല്ലാ കാര്യവും അവസാനം തീരുമാനാക്കും. എന്താ അവസാനം തീരുമാനാക്കുക പറഞ്ഞാല്, ചെറുക്കൻ 10ാം ക്ലാസ് പഠിച്ച് 9 A+ ഉണ്ട്, അല്ലെങ്കിൽ 10 A+ ഉണ്ട് എന്ന് കൂട്ടിക്കോളി. ഓനെ +1 പറഞ്ഞേക്കണം. സയൻസ് തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചുരുങ്ങിയത് കൊമേഴ്സ് എങ്കിലും എടുത്തിട്ട് ഓൻ അങ്ങനെ ഡിഗ്രി ഒക്കെ ചെയ്ത് B.Ed ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഡോക്ടറായി എഞ്ചിനീയറായി അങ്ങനെ പോട്ടെ. അതൊക്കെ ആവശ്യമുള്ള തന്നെ. കഷ്ടിച്ച് ഇങ്ങനെ C+ഉം C ഒക്കെ കൂടി ആയിട്ട് ഇങ്ങനെ കഴിച്ചിലേക്കുകയാണെങ്കിൽ പിന്നെ അയിമ വല്ലാതെ മെനക്കെട്ടിട്ട്
കാര്യമില്ല എന്ന് തോന്നുമ്പോൾ ബാപ്പിയും കൂടിയും ഉമ്മയും കൂടിയും കൂടി ആലോചിച്ചിട്ട് കുട്ടീനെ എന്ത് ചെയ്യണം, വല്ല സൂപ്പർ മാർക്കറ്റിലോ കോഴിപ്പീടിയിലോ സൈക്കിൾ ഷാപ്പിലോ എവിടെയും കൊണ്ടാക്കണം. ആദ്യം സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടാക്കുക. നേരെ ആകുകയാണെങ്കിൽ സംഗതി ഉഷാർ തന്നെയാണത്. കാരണം ഈ ജൂനിയേഴ്സിന് പ്രയാസമുള്ള ജോലിയാണ് കൊടുക്കുക എവിടെയാണെങ്കിലും. അതിനിപ്പോ അബ്ദുൽ ബാരി ഓന്റെ ഒപ്പം പിന്നെ വയറിങ്ങിന് കൊണ്ടുപോവുകയാണെങ്കിലും ശരി, ജൂനിയേഴ്സിന് എപ്പോഴും പ്രയാസമുള്ള ജോലികളാണ് കൊടുക്കുക. അപ്പോ സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും പ്രയാസമുള്ള ജോലിയാണ് ആദ്യം കിട്ടുക. പിടിച്ചു നിന്നാല് കുറച്ച് കഴിയുമ്പോ മുതലാളി പറയും, ഞാൻ വരുന്നത് വരെ കൗണ്ടർ ഒന്ന് നോക്കൊണ്ടിട്ടോ എന്ന് പറയും. അതിൽ ഉഷാറായാൽ പിന്നെ പർച്ചേസിന് കൊണ്ടുപോകും. പർച്ചേസ് പഠിഞ്ഞാൽ കച്ചവടം പഠിഞ്ഞു. അങ്ങനെയാണ്. വിൽക്കലല്ല പ്രയാസമുള്ളത്, വാങ്ങലാ പ്രയാസം. വാങ്ങാൻ പഠിഞ്ഞാൽ വിൽക്കാൻ പഠിഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയൊരു സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളി ആവാൻ പറ്റും. നല്ലതാണ്. അത് വിജയിച്ചില്ല. അങ്ങനെ ഒരു 4 ദിവസം പോയി പഞ്ചാര ചാക്കൊക്കെ ഏറ്റാൻ വന്നപ്പോ വാപ്പാനോട് വന്നിട്ട് പറഞ്ഞു, ഇന്നെ കൊണ്ട് നടക്കൂല, പേരടി വേദനയാണ്. എന്നാ പിന്നെ അടുത്തത് കോഴിപ്പിടിക്ക് വിടാൻ പറ്റും. അതും വിജയിച്ചില്ലെങ്കിൽ അടുത്തത് സൈക്കിൾ ഷാപ്പിക്ക് വിടാൻ വേണ്ടി പറ്റും. ഒന്നും വിജയിക്കാതെ വരുമ്പോ വാപ്പിമ്മയും കൂടി ഇങ്ങനെ കൂടി ആലോചിച്ച് ഇനിയിപ്പോ നമ്മൾ ചെറുക്കൻ എന്താ കാട്ടുക. അതില് ഉമ്മ പറയും നമുക്ക് ഓനെ ഓതാൻ കൊണ്ടാക്കാൻ. അതില് വാപ്പ പറയും ആയിക്കോട്ടെ, ഒന്ന് മയ്യത്ത് സ്കരിക്കാനും കിടക്കട്ടെ. ആര്? ഈ ഏട്ടത്തല വെട്ടാൻ പറ്റാത്ത ഓനാള്ള ഞനക്ക് മയ്യത്ത് കരിച്ചേണ്ടത്. ആ തീരുമാനം ചെങ്ങായി ആദ്യം എടുത്തൂടെ? മൂത്തത് ആൺകുട്ടിയാണ്, അത് മയ്യത്ത് സ്കരിക്കാൻ കിടക്കട്ടെ, ഇനിയുള്ളത് ബാക്കി നമുക്ക് തീരുമാനം എടുക്കാം എന്നല്ലേ വേണ്ടത്. നമ്മൾ ആദ്യം എടുക്കേണ്ട പല തീരുമാനം അവസാനം എടുക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് എന്താ ഇപ്പൊ ഇതൊക്കെ കൂടി ഇങ്ങനെ ആയി എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ അന്തം വിട്ട് നടന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യണം. ഇതെന്താ പറയാൻ കാരണം വെച്ചാല് നമ്മുടെ നാട്ടിൽ ദർസ് ഉണ്ട്. ദർസ് നടന്നു പോകണമെങ്കിൽ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും, ഉറപ്പാണ് ഉണ്ടാവും എന്നുള്ളത്. കുട്ടികളാണ്, സ്വാഭാവികമല്ല. ഞമ്മക്കൊക്കെ കുട്ടികളില്ലേ, നമുക്ക് എല്ലാവർക്കും അറിയണമല്ല കുട്ടികളുടെ സ്വഭാവം എന്താണ്. അതുകൊണ്ട് രേഷം കുറഞ്ഞൊരു ക്ഷമയോടുകൂടെ ഒക്കെ കൈകാര്യം ചെയ്താൽ നാളെ ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന വലിയ വലിയ ആലിമീങ്ങൾ ഉണ്ടായി വരും. ഈ നാട് വലിയ വലിയ ആലിമീങ്ങൾ സൂഫിയാക്കന്മാരൊക്കെ സംഭാവന ചെയ്ത നാടാണ്. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞാല് ചില്ലറക്കാരനൊന്നല്ല. ദുആക്ക് ഇജാബത്തുള്ള രാത്രികൾ 5 എണ്ണാണ്. ദുആക്ക് ഇജാബത്തുള്ള രാത്രി 5 എണ്ണാണ്. ഒന്ന് ചെറിയ പെരുന്നാളിന്റെ രാത്രിയാണ്, ഒന്ന് വലിയ പെരുന്നാളിന്റെ രാത്രിയാണ്, ഒന്ന് വെള്ളിയാഴ്ചയുടെ രാവാണ്, ഒന്ന് റജബ് 27 രാത്രിയാണ്, മറ്റൊന്ന് ശഅബാൻ 15 രാത്രിയാണ്. അങ്ങനെ 5 രാത്രികളാണ് പ്രധാനമായും ദുആക്ക് ഇജാബത്തുള്ളത്. 2 ദുആക്ക് ഇജാബത്തുള്ള ദിവസം ഒരുമിച്ച് കൂടിയ ദിവസത്തിലാണ് മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വലിയ പെരുന്നാളിന്റെ രാത്രി, ഒന്ന് ചെറിയ പെരുന്നാളിന്റെ രാത്രി, ഒന്ന് വെള്ളിയാഴ്ചയുടെ രാത്രി, ഒന്ന് ശഅബാൻ 1 രാത്രി, മറ്റൊന്ന് റജബ് 1 രാത്രി, ശഅബാൻ 15 രാത്രി. അതിൽ റജബ് 1 രാത്രിയും വെള്ളിയാഴ്ചയുടെ രാവും ഒരുമിച്ച് കൂടിയ ദിവസത്തിൽ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വഫാത്തായി. വഫാത്താകുക എന്ന് പറഞ്ഞത് നമ്മൾ വിചാരിച്ച മാതിരി ഒന്നല്ല. പെരന്റെ ഉള്ളിന്ന് സലാം പറഞ്ഞുകാണ്ട് ഇറങ്ങി വന്നിട്ട് പൂമുഖത്തിരുന്നിട്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് ദ്വാരന്നിട്ട് KPM ഹോസ്പിറ്റലിൽ പോയിട്ട് മരിച്ചുങ്ങാണ്ട് ഇങ്ങനെ പെരേക്കിന് പോകുന്ന ആളാണ് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ ആള്. ഞാൻ മരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട നിയമത്തുകളാണ്. ഒന്ന്, മരിക്കണതിന് മുമ്പ് ഞാൻ മരിക്കുകയാണെന്ന് മനസ്സിലാകുക. 2, മരിക്കുന്നതിന് മുമ്പ് മനസ്സറിഞ്ഞ് തൗബ ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക എന്നത്. അത് 2 അനുഭവിച്ച ആളാണ് മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന ആള്. അതുകൊണ്ട് വലിയ വലിയ മഹാന്മാർക്കൊക്കെ ജന്മം നൽകാൻ, വിദ്യാഭ്യാസം നൽകാൻ ഭാഗ്യമുണ്ടായ ഒരു നാടാണിത്. നിലനിർത്താൻ നമുക്ക് കഴിയണം. പഴയ കാലം പോലെയല്ല, പുതിയ കാലത്ത് നിലനിർത്തണമെങ്കിൽ പുതിയ തലമുറയിലെ കുട്ടികളെ നമ്മൾ ഉൾക്കൊള്ളണം, എന്നാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കഴിയില്ല. ഞാൻ പറഞ്ഞ പുരോഗതിയിൽ 2ാമത്തെ ഒരു പുരോഗതി സൗകര്യപൂർവ്വം മാറ്റിവെച്ചതായിരുന്നു. അത് തഖ്വയാണ്. 7 പ്രധാനപ്പെട്ട പുരോഗതിയാണ് ഒരു മഹലിന്റെ പുരോഗതി എന്ന് പറഞ്ഞു. അതിൽ അവസാനം പറയാൻ വേണ്ടി മാറ്റിവെച്ച ഒന്നാണ് 2ാമത്തെ പുരോഗതി. 1 ഈമാൻ, 2 തഖ്വ. എന്താ തഖ്വ എന്ന് പറഞ്ഞാല്, എല്ലാ വെള്ളിയാഴ്ച പള്ളിക്ക് ജുമഅക്ക് എന്നാലും ഖതീബ് ഓതുന്ന ഖുത്ബയിലെ വിഷയം ഉസീകും ഇബാദല്ലാഹി വ ഇയ്യായ ബിതഖ്വല്ലാഹ്. നിങ്ങൾ പടച്ചോനെ പേടിക്കണം കേട്ടോ എന്നാണ്. മുടങ്ങാതെ 4 മനുഷ്യന്മാരെ പേര് ഖതീബ് പറയും.
എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ 4 മനുഷ്യന്മാരെ പേര് പറഞ്ഞുതരും. ഒന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 2 സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, 3 സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 4 സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. 4 മുത്തഖീങ്ങളാണത്. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി വഫാത്താകുന്ന സമയത്ത് പറയാണ്, ഫാത്തിമ ദോർക്കണട്ടോ, നാളെ മഹ്ശറിൽ കോടാനുകോടി മനുഷ്യന്മാരെ മുമ്പിൽ വെച്ച് സബാനിയാക്കൾ എന്ന അള്ളാഹുവിന്റെ ശിക്ഷ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകള് സാധുവായ അലിയുടെ കൈകാലുകൾ കെട്ടിബന്ധിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് ഫാത്തിമ നീ കണ്ടാൽ എന്റെ ഹബീബും നിന്റെ പിതാവുമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ ഫാത്തിമ എന്ന് പറഞ്ഞ ആളാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മുത്തഖി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനയെ അംഗീകരിക്കുക, അള്ളാഹു വിരോധിച്ചതിനെ ഉപേക്ഷിക്കുക എന്നാണ്. ഞാൻ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിലുള്ള പ്രദേശത്തുള്ള മഹല്ലത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളെ വലിയ മാറ്റായിട്ട് കാണുമ്പോഴേ മുത്തഖിങ്ങളെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഞാൻ ഈ പറയുന്ന ആശയങ്ങൾക്ക് മനസ്സിലായാൽ വലിയ കാര്യമാണ്. ചെറിയ മാറ്റത്തെ വലിയ മാറ്റമായിട്ട് കാണാം. റബീഉൽ അവ്വൽ 12 കുട്ടികളൊക്കെ സജീവാണ്. അപ്പൊ ചില ആൾക്കാർ പറയും, എന്താ ഇപ്പൊ റബീഉൽ അവ്വൽ 12 മാത്രം സജീവായിട്ട് കാര്യണ്ട്. കാരണം റബീഉൽ അവ്വൽ 12 മുത്തുനബിയുടെ ജന്മദിനത്തിന് സജീവമാവുക എന്ന് പറയുന്നത് ഇഷ്കാണ്, അത് മഹബത്താണ്, അത് ഈമാനാണ്. ഈമാനില്ലാത്ത അമല് കൊണ്ട് പ്രയോജനമില്ല. അതേ സമയത്ത് അമലില്ലാത്ത ഈമാൻ കൊണ്ട് പ്രയോജനമുണ്ട്. നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവൂല, ഫാസിഖയാവുള്ളൂ. നിസ്കാരം നിഷേധിച്ചാൽ കാഫിറാകും. നിസ്കാരം വിശ്വസിച്ചാൽ ആള് മുസ്ലിമാണ്. നിസ്കരിച്ചില്ലെങ്കിൽ ഈ ഇസ്ലാം എന്ന് പുറത്തു പോകൂല. തെമ്മാടിത്തരമാണ് ചെയ്തത്, ഹറാമാകുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് റബീഉൽ അവ്വൽ 12 താല്പര്യം എന്ന് പറയുന്നത് ഈമാനാണ്. ഈമാൻ വളരെ പ്രധാനപ്പെട്ടതല്ലേ. ചെറിയ മാറ്റങ്ങളെ വലിയ മാറ്റങ്ങളായിട്ട് ഉൾക്കൊള്ളുക. ചെറിയ ചെറിയ മാറ്റം. എന്താ മാറ്റം? ട്രൗസർ ഇട്ട് കണ്ട് നടക്കുന്ന ആളാ. വിരുന്നേരം വന്നപ്പോ അതിന്റെ മേലെ ഒരു തുണിയും കൂടി എടുത്തു, അൽഹംദുലില്ലാ മാറ്റം തന്നെയാണ് കേട്ടോ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതാണ് ചെറിയ മാറ്റം എന്ന് പറയുന്നത്. പടിഞ്ഞാട്ട് ഉന്തിട്ടാലും കേക്കോട്ടെ വിഗുള്ളൂ. 25 വെള്ളിയാഴ്ച വന്നപ്പോ രാവിലെ തന്നെ വന്നു അൽഹംദുലില്ലാ എന്ന് പറയുന്ന കൽബ് നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഉമ്മത്തിന്റെ തഖ്വക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ചെറിയ മാറ്റങ്ങളെ വലിയ വലിയ മാറ്റങ്ങളായിട്ട് കാണാൻ നമുക്ക് കഴിയണം. അൽഹംദുലില്ലാ ഇത്രയും മനോഹരമായ ഒരു മഹല്ല് സംഗമം നടന്നില്ലേ, അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് നമ്മൾ പറയണം. ഒരു മാറ്റം തന്നെ അല്ലത്. ചെറിയ ചെറിയ മാറ്റങ്ങളെ വലിയ മാറ്റങ്ങളായി ഉൾക്കൊണ്ട് സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ കൂടെ നിന്ന് അങ്ങനെ വലുതാക്കി വലുതാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞാലേ വരുന്ന തലമുറക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. പണ്ടൊന്നും ഇങ്ങനെ ഇരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. പുതിയ തലമുറ എന്ന് പറഞ്ഞാല് ഇങ്ങനെയൊക്കെയാണ് സംഗതി. അതുകൊണ്ട് അവർക്കുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ടർഫിക്ക് കളിക്കാൻ പോകും, ടർഫിക്ക് കളിക്കാനൊക്കെ പോകും. മഗ്രിബ് ബാങ്ക് കൊടുത്തപ്പോൾ പോന്നു, അൽഹംദുലില്ലാ മാറ്റം തന്നെയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുക. അതാണ് സംഗതി. അപ്പൊ അതുകൊണ്ട് ചെറുപ്പക്കാരില് അല്ലെങ്കിലും ചെറുപ്പക്കാരല്ല കേടന്നിട്ടുള്ളത്, വയസ്സന്മാരാ കേടന്നിക്കണേ. ചെറുപ്പക്കാർക്ക് ഒരു കുഴപ്പമില്ല. റമദാൻ മാസമായാലും അങ്ങാടിത്തെ പള്ളിയില് ഹൗലക്ക് വെള്ളം അടിച്ചാലും തികയാത്തത് വയസ്സന്മാര് കാര്യം നിക്കരിച്ചിട്ടല്ല, ചെറുപ്പക്കാര് കാര്യം നിക്കരിച്ചിട്ട് തന്നെയാണ്. ചെറുക്കന്മാരൊക്കെ വളരെ ഉഷാറാണ്. നമ്മൾ ഇനി ഓരോന്ന് സപ്പോർട്ട് ചെയ്ത് ഓലെ കൂടെ നിന്ന് ഒന്നുള്ളതിന് അംഗീകാരം കൊടുത്തിട്ട് നല്ലൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ, ഏറ്റവും പുരോഗതി ഉണ്ടാവും. അതുകൊണ്ട് മഹലിന്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാവരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സഹായിക്കുകയും സഹകരിക്കുകയും വേണം. ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് പള്ളിയെ ആശ്രയിച്ചാണ് നിലനിന്നിട്ടുള്ളത്. ഒരു കാലത്ത് അങ്ങനെയാണ്, എക്കാലത്തും അങ്ങനെയാണ്. ആളുകൾക്ക് എന്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടാലും വിശ്വാസം നഷ്ടപ്പെടാതെ നിലകൊള്ളുന്നത് മഹല്ല് സംവിധാനത്തിലാണ്. അതുകൊണ്ട് മഹല്ല് സംവിധാനത്തിൽ എല്ലാവരും അടിയുറച്ചുകൊണ്ട് നിലനിൽക്കണം. അതിനുവേണ്ടി എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും വേണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഇസ്ലാം ദീനിന്റെ വിശ്വാസങ്ങൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ,
അത് കൈമോശം വന്നു പോകാതെ അടുത്ത തലമുറക്ക് കൈമാറാൻ നമുക്ക് സാധ്യമാവണം. അതിനൊക്കെ വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം.